അല്ലാഹു പടച്ച തമ്പുരാൻ അതുപോലെ അറിവും കൊടുത്ത് അനുഗ്രഹിച്ചു ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്. അതുകൊണ്ടാണല്ലോ ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് മദീനയുടെ തിണ്ണയിലിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുമ്പ് വന്നുകൊണ്ട് ചോദിക്കുന്ന, യാ റസൂലല്ലാഹ്, എന്തിനാണ് അല്ലാഹുവിന്റെ റസൂലേ അങ്ങ് പൊട്ടിക്കരയുന്നത്? അല്ലാഹുവിന്റെ ഹബീബെ അവിടെ എന്തിനാ കരയുന്നത്? ആരംഭപ്പൂവായ മദീനയുടെ രാജകുമാരന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോ അല്ലാഹുവിന്റെ റസൂല് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉസ്മാൻ, ഞാൻ പള്ളിയിലേക്ക് പോകുന്ന വഴിയില് 2 പാവപ്പെട്ട യതീമക്കളെ കണ്ട ഉസ്മാൻ. ആ മക്കളെ സഹായിക്കാൻ ആരുമില്ല ഉസ്മാൻ, അവരെ സംരക്ഷിക്കാൻ ആരുമില്ല ഉസ്മാൻ, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ആരുമില്ല ഉസ്മാൻ. വാപ്പയില്ലാത്ത മക്കളാണവര്. ആ 2 പ്രിയപ്പെട്ട മക്കള് വീടിന്റെ അകത്തിരിക്കുമ്പോൾ ആ വീടിന്റെ പുറത്ത് താമസിക്കുന്നത് മുനാഫിഖാന മനുഷ്യനാണ്. ആ മുനാഫിഖാന മനുഷ്യന്റെ വീട്ടില് മനോഹരമായ ഈന്തപ്പഴം ഇങ്ങനെ പഴുത്തു നിൽക്കുന്നുണ്ട് ഉസ്മാൻ. ആ പഴുത്തു നിൽക്കുന്ന ഈന്തപ്പഴത്തിന്റെ പഴങ്ങൾ ഇങ്ങനെ ആ വീട്ടുകാർ അടർത്തിയെടുക്കുമ്പോ ദിവസങ്ങളായി പട്ടിണി കിടക്കുന്ന മദീനത്തെ എന്റെ പാവപ്പെട്ട അനാഥ മക്കള് ആ വീടിന്റെ നടയിൽ ഇറങ്ങി കൊണ്ടുവന്ന് പൊട്ടിക്കരയുമായിരുന്നു ഉസ്മാൻ. അതുകൊണ്ട് ആ മക്കൾക്ക് ആ ഈന്തപ്പനത്തോട്ടം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മുനാഫിഖാന മനുഷ്യന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നിട്ട് ആ മനുഷ്യനോട് ഞാൻ ഈന്തപ്പനത്തോട്ടത്തിന് വിലപേശി ഉസ്മാൻ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഉസ്മാനെ, ആ മുനാഫിഖാന മനുഷ്യനോട് ഈന്തപ്പനത്തോട്ടം പാവപ്പെട്ട അനാഥ മക്കൾക്ക് കൊടുക്കാൻ എനിക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, എത്ര രൂപയാണെങ്കിൽ തരുമെന്ന് ഞാൻ ചോദിച്ചപ്പോ മുനാഫിഖാന മനുഷ്യനറിയാം എത്ര രൂപ പറഞ്ഞാലും അല്ലാഹുവിന്റെ റസൂൽ അത് വാങ്ങുമെന്ന്. മനസ്സിലായ മുനാഫിഖാന മനുഷ്യൻ പറഞ്ഞത് 100 ഈന്തപ്പനത്തോട്ടത്തിന്റെ വിലയാണ്. ആ മദീനയിൽ ഈന്തപ്പനത്തിന് എത്ര വില വരുമോ അതിന്റെ 100 ഇരട്ടി വില ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ട് തിരിച്ചു വരികയാ. എന്തിനാ കരഞ്ഞതെന്നറിയോ? അല്ലാഹുവേ, മദീനയുടെ പരിസരത്ത് കണ്ട പാവപ്പെട്ട അനാഥ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ, ആ പാവപ്പെട്ട അനാഥ മക്കൾക്ക് ഒരു ഈന്തപ്പഴം വാങ്ങിക്കൊടുക്കാനുള്ള കഴിവില്ലാതെ പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞപ്പോ റസൂലുള്ളാഹിയുടെ കൈപിടിച്ച് മുത്തം കൊടുത്തുകൊണ്ട് മദീനയുടെ രാജകുമാരന്റെ കൂടെ കിടന്നുറങ്ങാനുള്ള ഭാഗ്യം ലഭിച്ച ഇസ്ലാമിന്റെ 3ാമത്തെ ചക്രവർത്തിയാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. കരഞ്ഞുകൊണ്ട് പറയുന്ന നബിയേ, 100 ഈന്തപ്പനത്തോട്ടത്തിന്റെ എല്ലാ 1000 ഈന്തപ്പനത്തോട്ടത്തിന്റെ വില ചോദിച്ചാലും ആ ഈന്തപ്പനത്തോട്ടം ഇന്ന് തന്നെ ഞാൻ വാങ്ങിയിട്ട് അനാഥ മക്കൾക്ക് കൊടുത്തുകൊള്ളാം. അല്ലാഹുവിന്റെ റസൂലേ, 100 യതീമക്കൾക്ക് 100 ഈന്തപ്പനത്തോട്ടത്തിന്റെ വിലയല്ല, 1000 ഈന്തപ്പനത്തോട്ടത്തിന്റെ വിലയാണ് അയാൾ ചോദിക്കുന്നതെങ്കിലും ഈ ഉസ്മാൻ കൊടുത്തിട്ട് ആ ഈന്തപ്പനത്തോട്ടം വാങ്ങി പാവപ്പെട്ട അനാഥ മക്കൾക്ക് കൊടുക്കാം നബി എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉസ്മാനെ, അതിന് നിന്റെ കയ്യിൽ കാശ് എവിടുന്ന? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കണ്ണീരോടുകൂടി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് അല്ലാഹു പടച്ച തമ്പുരാൻ പണവും തന്നിട്ടുണ്ട്, അങ്ങയുടെ കൂടെ നടന്ന് അറിവും ബോധവും എനിക്ക് തന്നിട്ടുണ്ട്, പണത്തിന് എനിക്ക് കുറവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞെങ്കിൽ 1ാമത്തെ ഉപമ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ അല്ലാഹു നേരത്തെ ഇഷ്ടപ്പെട്ടവരാ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേര് അർശിന് താഴെ എഴുതപ്പെട്ടിരിക്കുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേര് സ്വർഗ്ഗത്തിൽ ഞാൻ കണ്ടുപോയെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ. എന്തുകൊണ്ടാണ്? അല്ലാഹു കൊടുത്ത പണം എന്തിനു വേണ്ടി ചിലവഴിക്കണമെന്ന അറിവോടുകൂടി ചിലവഴിച്ചതുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു പവർ കൊടുത്തതാ, പരലോകത്തുന്നതമായ വിജയം കൊടുത്തതാ. 2ാമത്തെ വിഭാഗമാരാ? പണം അല്ലാഹു കൊടുത്തിട്ടില്ല, അറിവ് മാത്രമേ അല്ലാഹു കൊടുത്തിട്ടുള്ളൂ, പണമില്ല. 2ാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടാനാണ് എല്ലാവർക്കും ഉത്സാഹം. ഉസ്താദേ, എൻ്റെ കയ്യിൽ കാശ് ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, അടുത്ത വർഷം ഹദ്ദാദ് നഗറിൽ 10 യതീമക്കളെ
10 പാവപ്പെട്ട മക്കളെ നിക്കാഹ് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പിരിവിനിറങ്ങേണ്ടി വരില്ല. 10നും കാശ് ഈ ഹദ്ദാദ് നഗറിലുള്ള ഞാൻ തന്നെ കൊടുക്കുമായിരുന്നു എന്ന് പറയും. പക്ഷേ കാശ് കൊടുക്കുമ്പോൾ ഓന്റെ സ്വഭാവം മാറുന്നത് ഓന്തിന്റെ നിറം മാതനമായിരിക്കുക. അല്ലാഹ് കാക്കട്ടെ. കാശ് വരാത്തത് കൊണ്ട് നമ്മൾ പറയണതാ. ഇപ്പൊ ഈ റോഡിലൂടെ നടന്നു പോയാൽ 1000ന്റെ നോട്ട് വഴിയിൽ കിടന്നാൽ മുകേഷ് അംബാനിയാണ് കാണുന്നതെങ്കിലും എടുത്ത് പോക്കറ്റിൽ വെച്ചുകൊണ്ട് പോകും, കളഞ്ഞിട്ട് പോവില്ല. പൈസ അതാണ്, പൈസയുടെ വിഷയം അതാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പെട്ടുപോയിരിക്കുന്നത് ആ വിഷയത്തിലല്ലേ? മനുഷ്യന്റെ പോക്കറ്റിൽ തൊട്ട് കളിച്ചാൽ അവന്റെ സ്വഭാവം അറിയാമെന്ന് ലോകത്തോട് പഠിപ്പിച്ച പ്രവാചകന്റെ അണികളായ ഞാനും നിങ്ങളും ചിന്തിച്ചു നോക്കുക. ഈ കസേരകൾ ഇരിക്കുന്നവരിൽ ഏറ്റവും കൂടുതലും ആരാ? പാവപ്പെട്ടവരാണ്, സാധുക്കളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കേ, എന്റെ പ്രസംഗ ഡേറ്റ് എഴുതുന്ന ഡയറിയിൽ കാസർഗോഡ് ജില്ലയിൽ 9 പേരുടെ നമ്പര് ഞാൻ പ്രത്യേകിച്ച് എഴുതിയിട്ടിട്ടുണ്ട്. ആ 9 പേരും കൂലിവേലക്കാരും പാവപ്പെട്ടവരും കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുമാണ്. നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ടല്ലോ, ഉസ്താദ് ബാക്കവി കാശുകാരൻ പ്രസംഗത്തിന് വിളിക്കുമ്പോഴേ വരുള്ളൂ, ഫ്ലൈറ്റ് ഇറക്കി കൊടുത്താലേ വരുള്ളൂ, 1.5 ലക്ഷം ഓഫർ ചെയ്താലേ വരുള്ളൂ. അതൊക്കെ എന്നെ കുറിച്ച് പറയുന്നവന് നാവ് പുഴുത്തു പോകും. അള്ളാഹു കാത്തിരിക്കട്ടെ. കാരണം എന്തെന്നറിയോ? ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചവനാ എന്റെ പ്രിയപ്പെട്ടവരെ. 15ാമത്തെ വയസ്സിൽ പ്രഭാഷണത്തിന് വേണ്ടി സ്റ്റേജിൽ കയറി നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പ പട്ടിണി കിടക്കുന്ന എനിക്ക് വേണ്ടി കഴിക്കാൻ നമ്മുടെ നാട്ടിലുള്ള ചക്കയുടെ ചൊള ചൂടാക്കി പാചകം ചെയ്തിട്ട് പ്രസംഗത്തിന് ശേഷം വീട്ടിൽ പോയി കഴിച്ചവനാ ഞാൻ. പക്ഷേ വന്ന വഴി മറക്കാൻ ഒരിക്കലും എന്റെ പ്രിയപ്പെട്ട ഇന്നും എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും കിടക്കുന്നത് ചെറ്റക്കൂടില്ല. ഞാൻ വീട് വെച്ചിട്ട് വിളിച്ചിട്ട് പോലും അവർ വരൂല, അതിൽ കിടക്കൂല. അവർക്ക് അതിൽ തന്നെ കിടന്ന് മരിക്കണം. അത് കാണുമ്പോൾ ഒരിക്കലും നമുക്കൊന്നും വന്ന വഴി മറക്കാൻ തോന്നൂല എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പണക്കാരെ സ്നേഹിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പണക്കാരെ സ്നേഹിച്ചോ, പള്ളി വെക്കാനും തീങ്കാന കെട്ടാനും പാവപ്പെട്ടവരെ കെട്ടിച്ചു വിടാനും ആവശ്യത്തിലധികം പണക്കാരെ സ്വാധീനിച്ചോ, ഇഷ്ടപ്പെട്ടോ. പക്ഷെ അള്ളാഹുവിന്റെ ദീനിനെ പണക്കാരുടെ മുഖം നോക്കി കച്ചവടം ചെയ്യുന്നവൻ ദുനിയാവിൽ വെച്ച് തന്നെ നരകയാതന അനുഭവിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് 2ാമത്തെ വിഭാഗം അറിവ് മാത്രമുള്ളവരാണ്, പണമില്ല, അവർക്ക് സമ്പത്തില്ല, അറിവ് മാത്രമുള്ളവരാണ്. അവരാരാണെന്ന് ചോദിച്ചാൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങളെല്ലാവരും പറയും, ഉസ്താദേ അവര് നമ്മളാണ്, നമുക്ക് അറിവ് മാത്രമാണുള്ളത്, പണമില്ല എന്ന് പറയുന്ന സഹോദര, ഈ 2ാമത്തെ വിഭാഗത്തിനൊരു ഗുണം കൂടി അല്ലാഹു പറയുന്നുണ്ട്. 2ാമത്തെ വിഭാഗത്തിന് ഒരു ഗുണം കൂടി അല്ലാഹു പറയുന്നുണ്ട്. എന്താണെന്നറിയോ ആ ഗുണം? അറിവ് മാത്രമേ ഉള്ളൂ, സമ്പത്തില്ല. എങ്കിലും അവന്റെ ധാരണ എന്തെന്നറിയോ? എനിക്ക് സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിനുള്ള തുക ഞാൻ കൊടുക്കുമായിരുന്നു, 1 പവൻ ഞാൻ വാങ്ങിക്കൊടുക്കുമായിരുന്നു, 1 ഓട്ടോ ഞാൻ കൊടുക്കുമായിരുന്നു. ഈ സരസിലിരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ ദീൻ ഉൾക്കൊള്ളുന്ന പാവപ്പെട്ട അദാദ് നഗരം തടിച്ചുകൂടിയ ആയിരക്കണക്കാന സഹോദരിമാർ പാവപ്പെട്ട പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് കയ്യിലും കാതിലും കഴുത്തിലും കാലിലും കിടക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ഊരിയെറിയുമ്പോൾ അടുത്തിരുന്നു കൊണ്ട് കുപ്പിവള ധരിച്ചിരിക്കുന്ന നിസ്കാരത്തഴമ്പുള്ള പാവപ്പെട്ട കാസർഗോഡ് ജില്ലയിലെ അദാദ് നഗറിലെ പെങ്ങളിരുന്നു കൊണ്ട് ചിന്തിക്കുകയാ, അല്ലാഹുവേ എന്റെ വിരലിൽ ഒരു മോതിരമുണ്ടായിരുന്നെങ്കിൽ, എന്റെ കാതിലൊരു കമ്മലുണ്ടായിരുന്നെങ്കിൽ അത് ഞാൻ കൊടുക്കുമായിരുന്നു എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുന്ന പെണ്ണേ. 1ാമത്തെ വിഭാഗത്തിന് അല്ലാഹുവിന്റെ പൊരുത്തമുള്ളതുപോലെ 2ാമത്തെ വിഭാഗമായ നിനക്കും അല്ലാഹുവിന്റെ പൊരുത്തമുണ്ട്. 1ാമത്തെ വിഭാഗം അറിവുള്ളതുപോലെ പണം ചിലവഴിക്കുന്നു, 2ാമത്തെ വിഭാഗത്തിന് പണമില്ല, അറിവ് മാത്രമേ ഉള്ളൂ. എങ്കിലും മനസ്സിലെ ചിന്ത എന്താ? ഉണ്ടായിരുന്നെങ്കിൽ, കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് ചിന്തിക്കുമ്പോ 2 പേരും ഒരേ മർത്തബയില. ഈ 2ാമത്തെ വിഭാഗത്തിന്റെ ഉദാഹരണമാരാ? ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഈറ്റപ്പുലി എന്ന് ലോകം തലകുലിക്ക് സമ്മതിച്ച
കൂഫയുടെ മണ്ണിൽ കിടക്കുന്ന രാജകുമാരന്റെ ഏറ്റവും വലിയ ഉറ്റതോടനാര അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവാണ്. പണ്ടവൻ തന്നോട് ദീനീനുൾക്കൊണ്ട് നിന്തുള്ളോരാദരധീരരെ മക്കാമണൽ തട്ടിന്തിക്കൊക്കെ ഞെട്ടിച്ച അക്കറിഞ്ഞലി ഹൈദർ ശൂരരെ. ബഹുമാനപ്പെട്ട അലി ഹൈദർ കറാർ അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെയും പേര് പറയുമ്പോ പുളകം കൊള്ളുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, തിരുനബിയുടെ വസിയത്തും വഫാത്തും എന്ന കാസറ്റ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ഈ വിനീതന്റെ പ്രഭാഷണത്തിൽ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നത് കാസർഗോഡ് ജില്ലയുടെ പവലിൽ ഞാൻ പ്രഭാഷണം നടത്തിയ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭാഗമാണ്. സുബ്ഹാനല്ലാഹ്, ആ ഫാത്തിമയുടെ മണിമാരനാണ് അലി റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു പണം കൊടുത്തിരുന്നില്ല, അല്ലാഹു പവർ കൊടുത്തിരുന്നില്ല, അല്ലാഹു വലിയ കൊട്ടാരം കൊടുത്തിരുന്നില്ല, അല്ലാഹു ആഡംബരം കൊടുത്തിരുന്നില്ല. അലി റളിയല്ലാഹു അൻഹു പട്ടിണിയായിരുന്നു. പ്രവാചകനെയും കൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വീട്ടിൽ വിളിച്ച് ഭക്ഷണം കൊടുക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു ഫാത്തിമയോട് വന്ന് പറയുന്നു, ഫാത്തിമ, എന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ എന്റെ ഈ ചെറ്റക്കൂരയ്ക്കകത്ത് വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ ഫാത്തിമ, അതിനുള്ള പണം എനിക്കില്ലല്ലോ ഫാത്തിമ. പണമുണ്ടായിരുന്നെങ്കിൽ, അതിനുള്ള സാമ്പത്തികമുണ്ടായിരുന്നെങ്കിൽ എന്റെ ഹബീബിനെ വിളിച്ചുകൊണ്ട് എന്റെ ഈ വീട്ടിന്റെ അകത്തിരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കാൻ ഞാൻ ഒരുങ്ങുമായിരുന്നു എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാ. ഇത് രണ്ടാമത്തെ വിഭാഗമാണ്. പണമില്ല, അറിവ് മാത്രമേ ഉള്ളൂ. എങ്ങനെ ചെലവഴിക്കണം, എങ്ങനെ കൊടുക്കണം എന്നൊക്കെ അറിയാം, പക്ഷേ സമ്പത്തില്ല. അല്ലാഹു തആല ആ വിഭാഗത്തിലെങ്കിലും ഉൾപ്പെടാനുള്ള തൗഫീക്ക് തരട്ടെ. മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? അറിവില്ല, സമ്പത്ത് മാത്രമേ ഉള്ളൂ. പകുതി ഒഴിക്കണം, പകുതി. കബീർ ഉസ്താദിന് വലിയ വയറാണ്, അതുകൊണ്ട് നീ നിറച്ചൊഴിച്ചു കൊടുത്ത് ശീലിച്ച പോലെ എനിക്ക് നിറച്ചൊഴി, പകുതി ഒഴിച്ച. എല്ലാ സ്റ്റേജിലും കബീർ ഉസ്താദ് എനിക്ക് പണി തന്നിട്ടാണ് പോണേ, അതുകൊണ്ട് ഇവിടെ കബീർ ഉസ്താദിന് പണി കൊടുത്തിട്ടാ ഞാൻ പോകും, ഉറപ്പാണ്. അപ്പോ മൂന്നാമത്തെ വിഭാഗം എന്നറിയോ? അറിവ് ഇല്ല, സമ്പത്ത് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ ചില ചെറുപ്പക്കാരെ പോലെ നിസ്കരിക്കാൻ വരുന്നില്ലടെ, ഇൻഷാ അല്ലാഹ് വരണം, പോക്കറ്റിൽ 1000ന്റെ നോട്ട് ഇങ്ങനെ മടക്കി വെച്ചിരിക്കും. സമ്പത്ത് ശരിക്കുണ്ട്, അറിവും ബോധവുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാടിന് ശാപമാണ്. ജില്ലകളിൽ ഒരുപാട് സാമ്പത്തികം അല്ലാഹു കൊടുത്തിരിക്കുന്ന ജില്ല ഏതാ? പറയാൻ ഇച്ചിരി മടിയായിരിക്കും നിങ്ങൾക്ക്. ജില്ലകളിൽ സാമ്പത്തിക ഇച്ചിരി കൂടുതൽ കൊടുത്തിട്ടുള്ള ജില്ല ഏതാ? പറയ്. കാസർഗോഡ് അഭിമാനത്തോടെ പറയ്, അൽഹംദുലില്ലാ മനസ്സിന്റെ അകത്ത് തട്ടിക്കെട്ട് പറയ്. പാവപ്പെട്ട ഹദ്ദാദ് നഗറിൽ 25-ാം തീയതി പാവപ്പെട്ട കണ്ണീര് കുടിക്കുന്ന 7 മക്കൾക്ക് സന്തോഷത്തിന്റെ താലിച്ചരട് കൊടുക്കാൻ കാസർഗോഡ് ജില്ലയുടെ ഹദ്ദാദ് നഗറിന്റെ സഹോദരങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അല്ല പണം തന്നു എന്ന് പറയാൻ ഒരുത്തനെയും പേടിക്കേണ്ട കാര്യമില്ല. അഭിമാനത്തോടെ പറഞ്ഞു, ആരെയാ പേടിക്കാം? അല്ല തന്ന പണം തന്നു എന്ന് തന്നെ പറയാം, തന്നു തന്നെ പറയാം. 1 പവൻ സ്വർണം വെച്ചൊക്കെ പലരും പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി ഓഫർ പറഞ്ഞു എന്നറിഞ്ഞു. അൽഹംദുലില്ലാ, അല്ലാഹു അവർക്ക് അടുത്ത വർഷമാകുമ്പോ 10 പവൻ കൊടുക്കാനുള്ള സാമ്പത്തിക ഭദ്രത ഈ വിപുലമായ സദസ്സിന്റെ പോരിശ കൊണ്ട് അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സിൽ തട്ടിയാണ് ഞാൻ ദുആ ചെയ്യുക, വെറുതെ അല്ല. അതൊക്കെ വേണം. അല്ലാഹു പണം കൊടുത്ത് അറിവ് കൊടുക്കുമ്പോഴേ എങ്ങനെ ചെലവഴിക്കാൻ തോന്നുള്ളൂ. അറിവ് കൊടുക്കാതിരുന്നാ പറ്റൂല. അറിവില്ലാതിരുന്നാ നമ്മളെ നാച്ചേക്കോ. പണം മാത്രമുണ്ട്, അറിവില്ല. അങ്ങനെയാണെങ്കിൽ ആർക്ക് കൊടുത്തതുപോലെയാകും. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഖാ അലൈഹിം വഅതൈനാഹു മിനൽ ഖുനൂസി
മാ ഇന്ന മഫാത്തിഹു ലതനൂബിൽ ഉസ്ബതി ഉൽ ഖുവാ. 700 ഒട്ടകം ചുമന്നാലും തീരാത്ത ധനശേഖരണത്തിന്റെ താക്കോൽ കൂട്ടങ്ങളുമായി ദുനിയാവിന്റെ തൊലിക്കു പുറത്ത് ജീവിച്ച മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിലെ കാലഘട്ടത്തിൽ ജനിച്ച ഖാറൂൻ എന്ന് പറയുന്ന മനുഷ്യന്റെ കഥ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ പഠിച്ചുപോയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അവൻ അല്ലാഹു പണം കൊടുത്തു, അവൻ അല്ലാഹു വലിയ കൊട്ടാരം കൊടുത്തു, അവൻ അല്ലാഹു വലിയ സുഖം കൊടുത്തു, അവൻ അല്ലാഹു താരാട്ടുപാടാ തോടികളെ കൊടുത്തു, അവന്റെ കാല് ഞെക്കിക്കൊടുക്കാൻ തൊലിവെളുപ്പുള്ള തരണീമണികളെ കൊടുത്തു, അവന്റെ പാതിരാത്രി പകലാക്കി മാറ്റാ ചുണ്ടു ചുമന്ന തക്കാളിക്കവുള്ള കാശ് കൊടുത്ത് വാങ്ങുന്ന മദാമമാര് ഖാറൂനിന്റെ നെഞ്ചത്ത് കിടന്നുരുണ്ടു പോയെങ്കിൽ അവസാന ഖാറൂൻ അല്ലാഹു കൊടുത്ത പണിയെന്താ? വഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള്. ആ ഖാറൂനെയും ഖാറൂനിന്റെ കൊട്ടാരത്തെയും ഭൂമിയുടെ ഒരു ഭാഗം തുറന്നിട്ട് അതിന്റെ അകത്തേക്ക് അല്ലാഹു ഇടിച്ച് താഴ്ത്തിക്കളഞ്ഞെന്ന് പടച്ച റബ്ബിന്റെ ഖുർആന് പഠിപ്പിക്കുന്നു. ആ വിഭാഗത്തിലാകണമോ എന്റെ കാസർഗോഡ് ജില്ലക്കാരാ? അല്ലാഹു പണം മാത്രം തന്ന പേപ്പട്ടികളെ പോലെ, പോത്തുകളെ പോലെ, മൂരികളെ പോലെ തിന്നാനും കുടിക്കാനും സുഖിക്കാനും രസിക്കാനും കളിക്കാനും ചിരിക്കാനും ആഹ്ലാദിക്കാനും ആനന്ദിക്കാനും മാത്രം മൃഗങ്ങളെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവനായി മാത്രം അറപ്പതിക്കണമോ എന്റെ പ്രിയപ്പെട്ടവരെ? ഒരിക്കലും ആ വിഭാഗത്തിൽ ഞാനും നിങ്ങളും പെട്ടുപോകരുത്. എന്തിനാ അങ്ങനെ ഒരു ജീവിതം? എന്തിനാണ് അങ്ങനെ ഒരു ജീവിതം? സ്വർണ്ണമഞ്ചത്തിൽ കൊണ്ടുവന്നടക്കിയാലും പ്രിയമുള്ളവരെ, കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ആ ശരീരത്തിന്റെ അവസ്ഥ പരിതാപകരമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് തീരുമാനമെടുക്കണം നമ്മൾ. അല്ലാഹു പണം തന്നെങ്കിൽ അറിവുണ്ടാക്കിയിട്ട് ആ പണം അതുപോലെ ചെലവഴിക്കണം. ഇല്ലാതെ ഖാറൂനിനെ പോലെ തിന്നാനും കുടിക്കാനും രസിക്കാനും സുഖിക്കാനും മാത്രം അല്ലാഹു തന്ന പണം വരുമ്പോഴാണല്ലോ മനുഷ്യന്റെ മനസ്സ് മാറുന്നത്. എത്രയോ സഹോദരങ്ങൾ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടും. ഗൾഫുകാരന്റെ ഭാര്യയാണ് എന്ന് പേര് കിട്ടാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട സഹോദരിമാർ സാധാരണ ധരിച്ചുകൊണ്ടിരിക്കുന്ന ചെരുപ്പ് മാറ്റി ഐഹീറിന്റെ ചെരുപ്പാക്കും, മുടി സ്ട്രൈറ്റ് ചെയ്യും, പിന്നെന്താ പിരിയം പ്ലക്ക് ചെയ്യും. നമ്മുടെ നാട്ടിലേക്ക് അങ്ങനെ പറയാം, ഇവിടെ എന്താണെന്നറിയില്ല. പിരിയം ഇങ്ങനെ ക്ലീൻ ആക്കി എടുത്ത് വടിച്ചു കളഞ്ഞിട്ട് അവിടെ ഒരു മഷി പുരട്ടും, ഒരു പെയിന്റ്. ഇതൊക്കെ കാശ് വരുമ്പോ ചെയ്യണതാ. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഉസ്താദുമാർക്ക് കിട്ടുന്ന ശമ്പളം ബറക്കത്തുള്ളതാ. അത് എല്ലാ ജില്ലയിലും അങ്ങനെ തന്നെ, കാസർഗോഡ് മാത്രമല്ല. 2500 3000 കൂടുതൽ അങ്ങനെ എടുക്കലില്ലല്ലോ. അങ്ങനെ ഒരു ഭാഗ്യം അള്ളാഹ് വേണ്ടി വെച്ച് വന്നിട്ടുണ്ട്. കേരളത്തിൽ ഒരു സ്ഥലത്തും അത്ര കൂടുതൽ കിട്ടലില്ല. പിന്നെ 4000 രൂപ 4500 രൂപ 100 രൂപ ഉസ്താദിന് കൂട്ടിയാൽ പിന്നെ സെക്രട്ടറി വന്നിട്ട് പറയും, ഇനി അടുത്ത ബലി പെരുന്നാളിനെ കൂട്ടോളൂ കേട്ടോ എന്ന് പറയും. 100 രൂപ ഒരു വർഷത്തേക്ക് കൂട്ടിയതാ. അപ്പൊ ഈ പാവപ്പെട്ട ഉസ്താദ് ഇങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോ ഭാര്യ പറയണു, അപ്പുറത്തെ സുൽവത്ത് സ്കൂട്ടി എടുത്ത് സ്കൂട്ടി. അപ്പോ ഭർത്താവായ ഉസ്താദ് ചോദിക്കും, നീ എന്തെടുത്തു? ഞാൻ 15 വക ഏടെടുത്തു. ഓതാനല്ലേ എനിക്ക് പറഞ്ഞിട്ടുള്ളൂ. എത്ര ആലോചന വന്നത്, അവസാനം കിട്ടിയത് മെയിലായി പോയി. ഇത് പറയും, ഇതൊക്കെ പറയും. ഇത് കേട്ടിട്ട് ഉസ്താദ് ഇങ്ങനെ ആഴ്ച ലീവ് കഴിഞ്ഞ് പള്ളിയിലേക്ക് പോകുമ്പോൾ മനസ്സുകൊണ്ട് ചിന്തിക്കും, റബ്ബേ എങ്ങനെ ഒന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കും. എന്നും ഈ വെള്ളമുണ്ടും വെള്ള ജുബയും ഒരു കിറാറായ ചെരുപ്പും ബസ് കാത്ത് നിന്ന്, ഒരു വണ്ടിയൊക്കെ വേണ്ടേ ബസ് കാത്ത് നിന്ന് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്ത്, ഇതൊക്കെ ഒന്ന് മാറണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെക്രട്ടറിയൊക്കെ നല്ല സെറ്റപ്പിൽ നടക്കുന്നു. ഉസ്താദ് ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? ഉസ്താദ്, ഞാൻ ചെറിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും മറ്റു കാര്യങ്ങളോട്ടൊക്കെ ഇങ്ങനെ പോവാൻ. ഉസ്താദ് പറയും, ഞാനും കൂടെ ഒന്നും കൂടി ചാടിയാലോ? സെക്രട്ടറി പറയും, വേണ്ട. കാരണം എന്താ? ഉസ്താദ് ചാടിയ ഉള്ള വസ്തു മുഴുവനും ഉസ്താദ് തകടും കൂടും എഴുതി കച്ചവടം നടത്തും. സെക്രട്ടറി വെള്ളത്തിലാവും. അതുകൊണ്ട് ഉസ്താദിനോട് പറയും വേണ്ടാന്ന് പറയും. എന്നാലും ഉസ്താദിന്റെ മനസ്സിലൊരു ആഗ്രഹമല്ലേ, ഒന്ന് ചേർന്നാലോ? ഇന്ന് പള്ളി ജോലി മാത്രം ചെയ്യുന്ന ഉസ്താദുമാര് വളരെ കുറവാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. 3-4 ലക്ഷം രൂപ ഒന്ന് കൊടുത്താൽ ഒരു വസ്തു വെറുതെ കിടക്കല്ലേ, കച്ചവടം നടന്നാലും വല്ല 19,000 കിട്ടി അത്രയാവൂലേ?
എന്നാൽ അതിന് മെനക്കെടാത്തവരോ എങ്ങനെയെങ്കിലും ഒരു വിസയുണ്ടാക്കി ഗൾഫിലേക്ക് പോയാൽ, പ്രിയമുള്ളവരെ, ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാൽ ഉസ്താദിന്റെ ഭാര്യയാണെങ്കിലും മനസ്സ് മാറുകയാണ്. ഒന്നാമത്തെ ശമ്പളം വരുമ്പോ ഇന്നലെ വരെ തലമറച്ചിരുന്ന പ്രിയപ്പെട്ട ഉസ്താദിന്റെ ഭാര്യക്കൊരു തോന്നല, ബ്യൂട്ടി പാർലറിൽ പോയിട്ട് മുടിയൊന്ന് സ്ട്രെയിറ്റ് ചെയ്യണം. സക്കാഫിയുടെ ആണെങ്കിലും ബാക്കവിയുടെ ആണെങ്കിലും അഹ്സനിയുടെ ആണെങ്കിലും മന്നാനിയുടെ ആണെങ്കിലും തോന്നാൻ വലിയ താമസം വേണ്ട. ലോകത്തൊരുപാട് മനസ്സുകളെ പണം മാറ്റിയിട്ടുണ്ട് മുസ്ലിമേ. ഒരുപാട് പേരുടെ മനസ്സിനെ പണം മാലിന്യമാക്കിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഞാൻ എന്തിനാ നിങ്ങളോട് പറയുന്നത്? നിങ്ങളുടെ വീട്ടുവളപ്പിൽ പോലും, നിങ്ങളുടെ വീട്ടുമുറ്റത്ത് പോലും, നിങ്ങളുടെ നാട്ടിൽ പോലും നൂറുകണക്കായ തെളിവുകളില്ലേ? പണം കൊണ്ട് മനസ്സ് മാറിപ്പോയാ, പദവി കൊണ്ട് മനസ്സ് മാറിപ്പോയാ, പവർ കൊണ്ട് ജീവിതം മാറിപ്പോയാ, ഒരുപാട് ജീവിതങ്ങളെ ഗുണപാഠം ഉൾക്കൊള്ളുന്ന എന്റെ കാസർഗോഡ് ജില്ലയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പണം മാത്രമല്ല കൊടുത്തിട്ടുണ്ട്. അറിവില്ലാത്തവരാണെങ്കിൽ അപകടമാണ്, അപകടമാണ്. അല്ലാഹുവേ, പാവപ്പെട്ട ഉസ്താദുമാരുടെ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. 2000-ഉം 3000-ഉം രൂപ ശമ്പളം വാങ്ങിയിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോ കുഞ്ഞുമോന് ക്യാൻസർ ആണെന്നറിഞ്ഞാൽ, പൊന്നുമോൾക്ക് ട്യൂമറാണെന്നറിഞ്ഞാൽ എവിടെ പോകും തമ്പുരാനെ? ഒരു പള്ളിക്കാരൻ 10-20 ലക്ഷം രൂപ കൊടുക്കൂല റഹ്മാനെ. പാവപ്പെട്ട ജോലിക്കാരായ ഈ കസേരകൾ വന്നിരിക്കുന്ന സാധുക്കളായ കൂലിവേലക്കാരുണ്ട് തമ്പുരാനെ, അവിടെ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലോ. അപ്പൊ അറിവില്ല, സമ്പത്ത് മാത്രമേ ഉള്ളൂ. അടിച്ചു പൊളിച്ച് പെണ്ണിന് പെണ്ണ്, കള്ളിന് കള്ള്, സുഖിച്ച് ജീവിക്കാൻ കൂട്ടുകാരൊക്കെ സിനിമയ്ക്ക് കൊണ്ടുപോകണതവനാ. ഡിസംബർ 31 രാത്രിയിൽ അവൻ ഫോൺ വിളിച്ചു ചോദിക്കും, എവിടെ നിക്കാടാ ഷംനാദെ, ഷുക്കൂറെ, ഷാനവാസെ, സുബൈറെ? അപ്പൊ അവര് പറയടാ, നമ്മള് കബീർ ഉസ്താദിന്റെ വാതേക്കാൻ പോവാ, അല്ലെങ്കിൽ ഔഷാദ് വാക്കയുടെ വാതേക്കാൻ പോവാ. ഡിസംബർ 31 പുതിയ വർഷം വരെ അല്ലേ. ഉടനെ അവൻ പറയടാ, അവിടെ പോയാ കബീർ ഉസ്താദിന്റെ ഔഷാദ് വാക്കവയൊക്കെ നാളെയും വരും, പക്ഷെ റിമി ടോമി ഇന്ന് മാത്രമേ വരുള്ളൂ. സൂപ്പർ ഗാനമേളയാ, ബീച്ചിൽ വന്നാ മതി. ഡിസംബർ 31 12 മണിക്ക് റിമി ടോമിയുടെ ആട്ടം കാണാൻ കൂട്ടുകാർക്ക് ടിക്കറ്റ് എടുത്തു കൊടുക്കാനും കുപ്പിയെടുക്കാനും ഒന്നാമരായി മുന്നിട്ടിറങ്ങുന്നതാരാ? ആരാ പ്രിയപ്പെട്ടവരെ? വാപ്പ ഹാജിയാരാണ് പള്ളിയിൽ നിന്ന് പുതുവർഷത്തിന് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ വാപ്പാടെ ബോധമില്ലാത്ത 25 വയസ്സുകാരനായ പൊന്നുമോനില്ലേ, കടപ്പുറത്ത് സയനോരയുടെ റിമി ടോമിയുടെ ശരീരത്തിന്റെ കുലുക്കം കണ്ടിട്ട് നിർത്തി നിക്കക്കള്ളിയില്ലാതെ നൃത്തം ചവിട്ടുന്ന കാലഘട്ടമാണെങ്കിൽ, അറിവില്ലാതെ പണം മാത്രം കിട്ടിപ്പോയാൽ ആ പണം കൊണ്ട് അവന് കിട്ടുന്നത് നരകമാ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അറിവില്ലാതെ പണം മാത്രം കിട്ടാൻ പാടില്ല. അറിവിന്റെ കൂടെ പണം കിട്ടിയ രക്ഷപ്പെടും. വിഭാഗം ആരെന്നറിയോ? അറിവില്ല, പണവുമില്ല, പക്ഷേ അവർക്കും അള്ളാഹുവിന്റെ വെറുപ്പുണ്ട്. അതെങ്ങനെയാണ് കിട്ടുക വെറുപ്പ്? അറിവില്ല, പണവുമില്ലെങ്കിൽ പിന്നെ എന്തിനാ പടച്ചോന്റെ വെറുപ്പ്? നിങ്ങളിപ്പോ എല്ലാവരും ചിന്തിക്കൂ, ഉസ്താദേ നമുക്ക് അറിവില്ല, എന്റെ പോക്കറ്റിൽ 10-20 രൂപയേ ഉള്ളൂ, ബക്കറ്റ് നിങ്ങൾ എന്തായാലും എടുക്കുമെന്നറിയാം. പക്ഷെ അത് വാക്കോ ഒന്നാ ആദ്യം പറയണ ബക്കറ്റാന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് എന്തായാലും ബക്കറ്റിൽ 10 രൂപ നമ്മൾ ഇടാറുണ്ട്, ബാക്കി 10 രൂപ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ചായ കുടിക്കാനോ വേറെ കാശ് എൻ്റെ കയ്യിലില്ല. പിന്നെ അറിവ്, നിങ്ങളെ പോലെ ഉസ്താദുമാര് പ്രസംഗിക്കുമ്പോൾ വന്നിരുന്ന് കേൾക്കും, കാസറ്റുകൾ വാങ്ങിക്കൊണ്ടുപോയി കേൾക്കും. ഇതല്ലാതെ വേറെ അറിവൊന്നും ഞങ്ങൾക്കില്ല ഉസ്താദെ എന്നു പറയുന്നവർക്ക് അള്ളാന്റെ വെറുപ്പെന്തിനാ? അറിവില്ലെങ്കിലും അവന്റെ മനസ്സിന്റെ ചിന്ത എന്തെന്നറിയോ? പണമുണ്ടായിരുന്നെങ്കിൽ അവനെ പോലെ സിനിമയ്ക്ക് പോകാമായിരുന്നു, പണമുണ്ടായിരുന്നെങ്കിൽ മറ്റവനെ പോലെ കള്ളു കുടിക്കാമായിരുന്നു, പണമുണ്ടായിരുന്നെങ്കിൽ ഡിസംബർ 31 കൂട്ടുകാർക്ക് കുപ്പിയെടുത്തു കൊടുക്കാമായിരുന്നു എന്നു മനസ്സുകൊണ്ടവൻ മോഹിക്കുകയാണ്. അങ്ങനെയുള്ളവനും അള്ളാന്റെ തൃപ്തിയില്ല.
ആയിരക്കണക്കാര സഹോദരിമാര് അബ്ബാദ് നഗറിന്റെ പ്രഭാഷണം കേൾക്കാൻ വന്നിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയട്ടെ, സഹോദരിമാര് ചിന്തിക്കുകയാ, അല്ലാഹുവേ എനിക്ക് പണമുണ്ടായിരുന്നെങ്കിൽ അപ്പുറത്തെ സുൽവത്തിനെ പോലെ ഞാനും നടക്കുമായിരുന്നു. ക്യൂടെക്സ് പുരട്ടിക്കൊണ്ട്, മുടി സ്ട്രെയിറ്റ് ചെയ്തുകൊണ്ട്, അതേ ചുണ്ട് ലിഫ്റ്റിക്ക് പുരട്ടിക്കൊണ്ട്, കാമുകന്മാരെ തോളത്ത് കൈയിട്ടുകൊണ്ട് ഞാനും നടക്കുമായിരുന്നെന്ന് കൊതിച്ചു പോകുന്ന പെണ്ണ്, ഈ അവസാനം പറഞ്ഞ രണ്ട് വിഭാഗത്തിൽപ്പെടല്ലേ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാന്റെ പരലോകം, ആ പരലോകത്ത് എല്ലാ കാര്യങ്ങൾക്കും ഒറ്റ ചോദ്യമാണ്. ആയുസ് എന്തിന് ചിലവഴിച്ചു? ആരോഗ്യം എന്തിന് ചിലവഴിച്ചു? യുവത്വം എന്തിന് ചിലവഴിച്ചു? അള്ളാന്റെ റസൂല് പറയുകയാ, ലാ തസൂലു ഖദമാ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഈൻ. 4 കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാറ് ഒരു മനുഷ്യന്റെ കൽഭാരം ചലിപ്പിക്കാൻ കഴിയൂല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, 3 കാര്യങ്ങളോട് ചോദ്യം ഒറ്റ ചോദ്യമാണ്, 4ാമത്തെ കാര്യത്തിൽ മാത്രം 2 ചോദ്യമാണ്. പരലോകത്ത് 4 കാര്യങ്ങളെ കുറിച്ച് മൊത്തത്തിലുള്ള ചോദ്യം. ആ 4 കാര്യങ്ങളിൽ 3 കാര്യങ്ങൾക്ക് ഒരു ചോദ്യമേ ഉള്ളൂ. ആയുസ് എന്തിന് ചിലവഴിച്ചു? യുവത്വം എന്തിന് ചിലവഴിച്ചു? ഇൽമ് എന്തിന് ചിലവഴിച്ചു? 4ാമത്തെ കാര്യത്തിന് മാത്രം 2 ചോദ്യമാണ്. പണം എങ്ങനെ ഉണ്ടാക്കി, എങ്ങനെ ചിലവഴിച്ചു. പണം എങ്ങനെ ചിലവഴിച്ചു എന്ന് മാത്രമല്ല ചോദിക്കുന്നത്, എവിടെ നിന്നുണ്ടാക്കി എന്ന് വരെ ചോദിക്കും. ധനമെങ്ങിനാ നീ അന്ന് സമ്പാദിച്ചതും, അത് ഏത് മാർഗമിലാണ് ചിലവ് നീ ചെയ്തതും. എങ്ങനെയാണ് നീ പണം സമ്പാദിച്ചത്, എങ്ങനെയാണ് ചിലവഴിച്ചത്? ഈ 2 ചോദ്യം ചോദിക്കുമെങ്കിൽ ഇതിന്റെ അകത്തിരിക്കുന്ന, ഈ ശബ്ദം ശ്രവിക്കുന്ന നമ്മളെല്ലാവരും നമ്മുടെ പോക്കറ്റിൽ എത്ര രൂപയുണ്ടെന്നൊന്ന് തീരുമാനിക്കുക. ഇപ്പൊ ബക്കറ്റ് എടുക്കാനല്ല, പിരിക്കാനല്ല. നിങ്ങൾ ആലോചിച്ചോ, 1000 ഉണ്ടെങ്കിൽ 1000, 5000 ഉണ്ടെങ്കിൽ 5000, 10000 ഉണ്ടെങ്കിൽ 10000, ചെക്കാണെങ്കിൽ അത്, ATM ആണെങ്കിൽ അതിൽ എത്ര രൂപ ATM അക്കൗണ്ടിൽ ഉണ്ടാവും എന്ന് ചിന്തിക്കാം. ചിന്തിച്ചല്ലോ എല്ലാവരും? അന്തം വിട്ടിരിക്കല്ലേ? ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞത്. ആലോചിച്ച് നോക്കാൻ, ഞാൻ എൻ്റെ പോക്കറ്റിലുള്ള കാശിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുകയാണ്, എത്ര രൂപ ഉണ്ട് പഠിച്ചത്. നിങ്ങളും അങ്ങനെ ചിന്തിക്കണം. സഹോദരിമാര് മോതിരം, വള, കമ്മല്, മാല, പിന്നെ ചെറിയൊരു പേഴ്സ് ഉണ്ടാവുമല്ലോ. പേഴ്സിൽ പല അറകളും ഉണ്ട്. എല്ലാ അറയും കൂടെ തുറന്നാൽ മദീനയും മക്കയും വിലയ്ക്ക് വാങ്ങാനുള്ള കാശുണ്ടാവും. എന്നാലും തുറക്കത്തില്ല, പോട്ടെ. ആ കാശെല്ലാം കൂടി നമ്മുടെ കയ്യിലുണ്ട്. ഇത് എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ഇതെവിടെ നിന്നാണ് കിട്ടിയത് എന്നൊന്ന് ചിന്തിച്ചു നോക്കി. അള്ളാഹു എന്റെ കയ്യിലിരിക്കുന്ന കാശ് 1000 രൂപയുണ്ട്, 2000 രൂപയുണ്ട്, 5000 രൂപയുണ്ട്. ഇത് എവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത്? പടച്ചവന്. എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കി, എവിടെ നിന്നാ കിട്ടിയതെന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ആലോചിച്ച് നോക്കണ്ട, എവിടെ നിന്നാണ് കിട്ടിയത് പടച്ചവൻ. നിങ്ങൾ എങ്ങനെ ആലോചിച്ച് നോക്കി, എവിടെ നിന്നാണ് കിട്ടിയത്? ചില ആൾക്കാർ ഇപ്പൊ ചിന്തിക്കുമ്പോൾ ചിരി വരും. അല്ലാഹുവേ, എത്ര പേരെ പറ്റിച്ചും വലിപ്പിച്ചുമാണ് റബ്ബേ ഞാൻ ഈ കാശ് പോക്കറ്റ് വെച്ചിരിക്കുന്നത്. എത്ര പേരെ. ഒരു സ്ഥലത്ത് ബേക്കറി ഉദ്ഘാടനത്തിന് പോയി, ബേക്കറിയുടെ പേര് അബ്ദുൽ മലിക്കുൽ ഗഫൂർ എന്നാണ്. രുചി ബേക്കറി, തണൽ ബേക്കറി എന്ന് കേട്ടിട്ടുണ്ട്. അബ്ദുൽ മലിക്കുൽ ഗഫൂർ. എന്താ പേരിടാൻ കാരണം എന്ന് ചോദിച്ചപ്പോ വാപ്പാടെ പേര് ചോദിച്ചപ്പോ വാപ്പാടെ പേരില്ല, വാപ്പാടെ പേരിട്ട ബേക്കറിയൊക്കെ നിന്ന് കത്തു സാറേ, അത്രയ്ക്ക് മണക്കത്താ. പിന്നെ ഇത് ആരെ പേര്? ഇത് ദുബായിലുള്ള എൻ്റെ അറബിയുടെ പേരാ. ആ പേരിടാൻ കാരണം അറബിയെ വലിപ്പിച്ചുകൊണ്ടാണ് ഞാനിത് തുടങ്ങിയതെന്ന. അപ്പൊ ഇതാണ് എങ്ങനെ ഉണ്ടാക്കി എന്ന് ചിന്തിച്ചു നോക്കിയാൽ അല്ലാഹു നാളെ ചോദിക്കും, എവിടെ നിന്നാ പണമുണ്ടാക്കിയത്? ചോദിക്കും പെങ്ങളെ, ചോദിക്കും. ദുബായിലും അബുദാബിയിലും മസ്കറ്റിലും ഖത്തറിലും സൗദി അറേബ്യയിലും എല്ലാം പോയി ഏതെങ്കിലും ഒരു സാധുവാന അറബിയാണ് കയ്യിൽ കെട്ടിയതെങ്കിൽ അവനെ അടിച്ച് വശത്താക്കിയിട്ട് അവന്റെ ഉള്ളതല്ല ഊറ്റിയെടുത്തുകൊണ്ട് വന്നിട്ട് നാട്ടിൽ വന്നിട്ട് ഷാർജ ബേക്കറി തുടങ്ങുന്ന
നാട്ടിൽ വന്ന് മസ്കറ്റ് ഹോട്ടൽ തുടങ്ങുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, മിൻ ഐന ഇക്തസബ, എവിടെ നിന്നാണ് നീ പണമുണ്ടാക്കിയതെന്ന് അല്ലാഹു ചോദിക്കുന്നതാ. മറുപടി കൊടുക്കാൻ കഴിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ? കഴിയണം. പട്ടിണി കിടന്നാലും ഹറാമാറ പണം നമുക്ക് വേണ്ട പ്രിയപ്പെട്ടവരെ. പട്ടിണി കിടന്ന് ഭക്ഷണം കഴിക്കാതെ മരിച്ചുപോയാലും മറ്റുള്ളവരെ വഞ്ചിക്കുന്ന, മറ്റുള്ളവരെ പറ്റിക്കുന്ന കാശ് നമുക്ക് വേണ്ട. ബഹുമാനപ്പെട്ട അബൂ ദുജാന റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സമക്ഷത്തിൽ നിന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് ഓടുകയാണ്. അള്ളാന്റെ റസൂൽ ചോദിക്കുന്നു, അബൂ ദുജാന, എവിടേക്കാണ് അബൂ ദുജാന ധൃതി വെച്ചു പോകുന്നത്? പ്രഭാതമാണല്ലോ, കണ്ണീരോടെ ദുആ ചെയ്യാനുള്ള സമയമുണ്ടല്ലോ, എന്തിനാണ് ഓടുന്നതെന്ന് ചോദിക്കുമ്പോ കരഞ്ഞുകൊണ്ട് അബൂ ദുജാന പറയുന്നു, നബിയേ, എനിക്ക് 2 മക്കളാ നബിയേ. ഞാൻ ജോലിക്ക് പോയിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് വന്നിട്ട് വേണം എന്റെ മക്കൾക്ക് ഭക്ഷണം കഴിക്കാൻ നബിയേ. കുറച്ച് ദിവസമായിട്ട് ജോലിക്ക് പോകുന്നില്ല, സുഖമില്ലാത്തത് കൊണ്ട് ജോലിക്ക് പോകാതെ എന്റെ കുടുംബം പട്ടിണിയിലാണ് നബിയേ. കാസർഗോഡ് ഹദ്ദാദ് നഗറിന്റെ പരിസരത്ത് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിങ്ങളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ടോ? ഭർത്താവ് ജോലിക്ക് പോകാതെ പട്ടിണി കിടക്കണ്ടെന്ന ഗതികേട് വന്നിട്ടുണ്ടോ? ഉപ്പ പൈസ തരാറ് പട്ടിണി കിടക്കണ്ടെന്ന ഗതികേട് നമ്മുടെ മക്കൾക്ക് വന്നിട്ടുണ്ടോ? അള്ളാഹു നമ്മെ വിശപ്പിനെ തൊട്ട് കാത്തിരക്ഷിക്കട്ടെ. പട്ടിണിയും പരിവട്ടവും കൊണ്ട് കഷ്ടപ്പെടുന്ന മോശമായ അവസ്ഥയെ തൊട്ട് പടച്ചോ നമുക്ക് ആഫിയത്ത് തരട്ടെ. അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറയുന്ന, നബിയേ, എന്റെ മക്കള് 3 ദിവസമായി പട്ടിണിയാണ്. അവർക്ക് കഴിക്കാനൊന്നുമില്ല, അവർക്ക് കുടിക്കാനൊന്നുമില്ല റസൂലേ. അതുകൊണ്ട് ഇന്നലെ ഞാൻ സുബഹി നിസ്കാരം കഴിഞ്ഞ് അങ്ങയുടെ കൂടെ നസീഹത്ത് കേട്ട് അങ്ങയുടെ കൂടെ ദിക്ർ ചൊല്ലിയിട്ട് പള്ളിക്കകത്ത് സമയം ചെലവഴിച്ചിട്ട് എന്റെ വീട്ടിലേക്ക് ചെന്നപ്പോ എന്റെ വീട്ടിന്റെ അകത്തുള്ള പ്രിയപ്പെട്ട 2 മക്കള് അല്ലാഹുവിന്റെ റസൂലേ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് വിശപ്പ് സഹിക്കാനാകാതെ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് അപ്പുറത്ത് താമസിക്കുന്ന ജൂതനാര മനുഷ്യന്റെ ആ മനോഹരമായ പല വർഗങ്ങളിൽ നിന്ന് അടർന്ന് വീഴുന്ന പഴുത്ത കായികനികളില്ലേ നബിയേ, അതെന്റെ അരുമ മക്കള് എടുത്ത് കഴിക്കുന്നത് ഞാൻ കണ്ടു നബിയേ. എന്റെ മക്കളാ ഭക്ഷണം കഴിച്ചു പോയാ അത് ഹറാമല്ലേ നബിയേ, അത് ഹറാമല്ലേ റസൂലേ? അതുകൊണ്ട് എന്റെ മക്കളുടെ വയറ്റിലേക്ക് ഭക്ഷണം ഇറങ്ങി പോകാതിരിക്കാൻ എന്റെ കൈ കൊണ്ട് ഞാൻ മക്കളുടെ വാക്യകത്തേക്ക് കൈയിട്ട് നബിയേ. 3 ദിവസമായി പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട മക്കൾക്ക് സന്തോഷത്തോടെ ഒരു കായ കിട്ടിയപ്പോ, ഒരു പഴം കിട്ടിയപ്പോ അവര് കഴിച്ചതാണ് നബിയേ. പക്ഷേ ഞാൻ അനുവാദം കൊടുക്കാറ് അവിടെ വയറ്റിന്റെ അകത്തേക്ക് പോയ ഭക്ഷണം പോലും പുറത്തു ഛർദിപ്പിച്ച് കളഞ്ഞ് നബിയേ. അതുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന അള്ളാന്റെ റസൂലേ, ഇന്നലത്തെ പോലെ എന്റെ പ്രിയപ്പെട്ട മക്കള് ഇന്നും ഇഴഞ്ഞു പോയി ആ പൊരുത്തമില്ലാത്ത ഭക്ഷണം എടുത്ത് കഴിക്കുമെന്ന് പറഞ്ഞപ്പോ അബൂ ദുജാനയുടെ കണ്ണീരിന്റെ വില ഈ സമുദായത്തിനറിയുമോ? ആരെ പറ്റിച്ചാലും മക്കളുടെ വയറ് വളർത്താ, ആരെ വഞ്ചിച്ചാലും വീട് വളർത്താ, ആരെ കഷ്ടപ്പെടുത്തിയാലും കുടുംബം പോറ്റാ പരിശ്രമിക്കുന്ന മുസ്ലിമേ, മിൻ ഐന ഇക്തസബ, എവിടെ നിന്ന് പണമുണ്ടാക്കിയെന്ന് അല്ലാഹു ചോദിക്കും മോനെ. ചെറിയ ചെറിയ കച്ചവടം നടത്തുന്നവരുണ്ട്, ലോഡിംഗ് തൊഴിലാളികളുണ്ട്, യൂണിയനുകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, ചുമട്ടു തൊഴിലാളികളുണ്ട്. കഷ്ടപ്പെട്ട് പണമുണ്ടാക്കിയാൽ അതിനൊരു ബറക്കത്താണ്. മുമ്പൊരു അച്ഛൻ 8 വയസ്സുകാരനായ തന്റെ മകനോട് പറഞ്ഞു, 8 വയസ്സുകാരനായ മകനോട് പറഞ്ഞു, എല്ലാ ദിവസവും 1 രൂപയുടെ നാണയത്തൊട്ട് എനിക്ക് കൊണ്ട് തന്നല്ലാതെ നിനക്കിനി വീട്ടിൽ നിന്ന് ഭക്ഷണവും തരൂല, രാത്രി നിന്നെ ഇവിടെ ഉറക്കുകയുമില്ല എന്ന് പറഞ്ഞു. ഇന്നുള്ള മക്കളോട് അങ്ങനെ പറയരുത്. അവരോട് മാതാപിതാക്കൾ അനുവാദം കൊടുത്താൽ ആ സെക്കൻഡിൽ തന്നെ അവർ പോകും. കാപ്പി കൊടുക്കലൊക്കെ വേണോ ഇത്രയും തിരക്കിനിടയിൽ? പുറത്തുനിന്നാണോ? അല്ല, പുറത്തുനിന്നാണെങ്കിലും ഇത്രയും തിരക്കിനിടയിൽ കൊണ്ടു കൊടുക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്.
അടുത്ത പ്രദേശത്തുള്ള യുവാക്കൾ ചെയ്തതാ. ഈ ഇതൊക്കെ എന്ത് ചെയ്യും? ഇപ്പൊ ജനങ്ങൾ ഇത്രയും പേരെ എവിടെ ഇരുത്തും? ഇൻഷാ അല്ലാഹ് ആരും നിരാശപ്പെടേണ്ട. ഒരു 1.5 മാസം കൂടി കഴിഞ്ഞാൽ പഴയ ശബ്ദത്തിലേക്ക് ഇൻഷാ അല്ലാഹ് മടങ്ങി വരും. അപ്പൊ നമുക്ക് കാര്യമായി ഏതാ നമ്മുടെ വാഹനങ്ങളൊക്കെ സംഘാടകർ പറയുന്ന സ്ഥലത്ത് മാറ്റി പാർക്ക് നിർബന്ധമായും അങ്ങനെ തന്നെ ചെയ്തു കൊടുക്കണം, ഇല്ലെങ്കിൽ വിഷമമാണ്. ഇനി അടുക്കൂല, എല്ലാം അടുത്തല്ലേ കിടക്കുന്നേ. കുറച്ചുകൂടി ഒന്നുകൂടെ അടുപ്പിച്ച് നോക്കിയേ, നോക്കട്ടെ പറ്റുമോ? ഞെരിങ്ങിയാണ് കിടക്കുന്നത്. മാക്സിമം പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തോ, പക്ഷെ ഫ്രണ്ട് മാത്രം നീങ്ങരുത്. നീങ്ങിയാലും മൊത്തം നീങ്ങണം, എങ്കിലേ ഏറ്റവും പുറകിലുള്ളവർക്ക് ഉപയോഗപ്പെടും. ഇപ്പൊ സുഖമായല്ലോ, കൈ വെച്ചിട്ട് നല്ല വിശാലമായിട്ട്. ബെഞ്ചൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്, മദ്രസയുടെ ബെഞ്ചൊക്കെ കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും എല്ലാവരും പൊരുത്തപ്പെട്ട് ഉള്ള സൗകര്യത്തിൽ എല്ലാവരും സഹകരിക്കുക. കാരുണ്യവാനായ തമ്പുരാൻ ഈ സദസ്സിന്റെ പോരുഷയും ബറക്കത്തും സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ദുആഇന് അല്ലാഹു ഉത്തരം തരുമാറാകട്ടെ. വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഒരുപാട് നേരം നീട്ടി പറയാനുള്ള ആരോഗ്യസ്ഥിതി ഇല്ലാന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ഒരു 1.25 മണിക്കൂറോടെ വരെ എത്തിയാൽ രക്ഷപ്പെട്ടു എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക. കാരണം ശാരീരികമായ അസ്വസ്ഥതയുള്ളതുകൊണ്ട്. എങ്കിലും വാതിലൊന്നും കുറവൊന്നും വരൂല. എല്ലാവരും കിടന്നിരിക്കും. ഉള്ള സൗകര്യത്തിൽ നീങ്ങി വരുമ്പോൾ മൊത്തത്തിൽ നീങ്ങണം. ഏറ്റവും പുറകിൽ അങ്ങനെ നീങ്ങട്ടെ, എങ്കിലേ ഉപയോഗം ഉണ്ടാവും. സീറ്റ് കിട്ടാതെ വന്നാൽ പുറകിൽ കുറച്ച് നിന്നു പോയാലും പ്രശ്നമില്ല, അങ്ങനെയും കേൾക്കാലോ. റോഡിൽ ദയവ് ചെയ്ത് ആരും നിൽക്കാതിരിക്കുക. കാരണം നമുക്ക് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല ആവശ്യത്തിന് പോകുന്നവരുണ്ടാവും. നമ്മളായിട്ടൊരു തടസ്സം ആർക്കും ഉണ്ടാക്കി കൊടുക്കരുത്. അപ്പോ മകൻ വഷളായി വളരുന്നത് കണ്ട അച്ഛൻ പറഞ്ഞു, എല്ലാ ദിവസവും 1 രൂപയുടെ നാണയത്തൊട്ട് കൊണ്ട് തന്നെങ്കിലേ ഈ വീട്ടിൻ്റെ അകത്ത് നിനക്ക് കിടക്കാനും പറ്റുള്ളൂ, ഭക്ഷണം കഴിക്കാനും പറ്റുള്ളൂ. മകൻ സമ്മതിച്ചു. 1ാമത്തെ ദിവസം അച്ചാച്ചന്റെ അടുത്ത് പോയി പാക്കും പറ്റിയൊക്കെ ഇടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അച്ചാച്ച 1 രൂപ എനിക്ക് തരണം. 1 രൂപയല്ലേ ഉള്ളൂ. അച്ചാച്ചൻ 1 രൂപ കൊടുത്തു. ആ 1 രൂപയും കൊണ്ട് അവർ നേരെ വീട്ടിലേക്ക് ചെന്നു. വൈകുന്നേരമായി അച്ഛന്റെ കയ്യിലേക്ക് ആ 1 രൂപ കൊടുത്തു. അച്ഛൻ പറഞ്ഞു, ആ 1 രൂപ കിണറ്റിൽ കൊണ്ടുപോയി ഇടാൻ പറഞ്ഞു. അങ്ങനെ ആ 1 രൂപ പൊന്നുമകൻ കിണറ്റിൽ കൊണ്ടുപോയിട്ടു. അച്ഛൻ ചോദിച്ചു, ഇതെന്തിനാണ് കിണറ്റിലിട്ടെന്നറിയോ? മോൻ പറഞ്ഞു, അറിയില്ല. അച്ഛൻ പറഞ്ഞു, കുറച്ചു നാൾ കഴിയുമ്പോ ഈ കാശിങ്ങനെ വൃക്ഷമായി പൊടിച്ച് തടച്ച് വളർന്ന് അതിൽ നിന്ന് കാശിങ്ങനെ നമുക്ക് പറിച്ചെടുക്കാമെന്ന് പറഞ്ഞു. 2ാമത്തെ ദിവസം 1 രൂപ കൊടുക്കണമല്ലോ. അമ്മാമ്മയുടെ അടുത്ത് പോയി. അങ്ങനെ ഓരോ ദിവസം കുടുംബത്തിൽപ്പെട്ട ബന്ധുക്കളുടെ അടുത്ത് പോയി 1 രൂപ വാങ്ങി 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 അച്ഛന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. ദിവസം ഒരുപാട് കഴിഞ്ഞു. അവസാനം അച്ചാച്ചനും അപ്പാപ്പനും ആരും കാശ് കൊടുക്കാതായി. വൈകുന്നേരം വീട്ടിലേക്ക് ചെല്ലണമെങ്കിൽ 1 രൂപ അച്ഛന്റെ കയ്യിൽ കൊടുത്തേ പറ്റുള്ളൂ. ഇനി എന്താണ് പോംവഴി? അവസാനം അയാൾ റെയിൽവേ സ്റ്റേഷന്റെ അരികിൽ പോയി ആ പാവപ്പെട്ട മകൻ കരഞ്ഞുകൊണ്ടിരുന്നു. ട്രെയിനിൽ വന്നിറങ്ങുന്നവരോട് ചോദിച്ചു, എനിക്ക് 1 രൂപ തരുമോ? അവര് പറഞ്ഞു, ഞങ്ങളുടെ ഈ സാധനം ചുമന്ന് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് തന്നാൽ നിനക്ക് കാശ് തരാം. അങ്ങനെ 8 വയസ്സുകാരന്റെ തലയിൽ പെട്ടിയും കെട്ടും ചുമന്നുകൊണ്ട് ആ മുതലാളിയുടെ വീട്ടുപടിക്കൽ കൊണ്ട് വെച്ചു കൊടുത്തപ്പോൾ അയാൾ 1 രൂപ കൊടുത്തു. ആ 1 രൂപയും കൊണ്ട് ഓടി വരികയാണ്. അച്ഛന്റെ അടുത്ത് വന്നിട്ട് കയ്യിലേക്ക് ആ 1 രൂപ വെച്ചു കൊടുത്തപ്പോ അച്ഛൻ പറഞ്ഞു, ഇന്നലെ വരെ നിന്നോട് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഞാൻ പറയുന്നു, ആ 1 രൂപ കിണറ്റിൽ കൊണ്ടുപോയി ഇടുക. ആ മകൻ 1 രൂപ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ അച്ഛൻ എനിക്കിനി ഭക്ഷണം തന്നില്ലെങ്കിലും വീട്ടിന്റെ അകത്ത് കയറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഈ 1 രൂപ ഞാൻ കിണറ്റിന്റെ അകത്ത് കൊണ്ടിടുകയില്ല. അച്ഛൻ ചോദിച്ചു, അതെന്താ? ഇന്നലെ വരെ നീ ഞാൻ പറഞ്ഞ കാശ് കൊണ്ടിട്ടല്ലോ, ഇത് മാത്രം കൊണ്ടിടാത്തതെന്താ? അവൻ പറഞ്ഞു, ഇന്നലെ വരെ എനിക്ക് കിട്ടിയ 1 രൂപ കഷ്ടപ്പെടാത്ത കാശാ. അച്ചാച്ചന്റെ കയ്യിൽ നിന്നും അപ്പൂപ്പന്റെ കയ്യിൽ നിന്നും അമ്മുമ്മയുടെ കയ്യിൽ നിന്നും ഇരുന്ന്
കാശ. പക്ഷെ ഇന്ന് എന്റെ കയ്യിലിരിക്കുന്ന കാശ് ഞാൻ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കിയിട്ടുണ്ടാക്കിയ കാശ. അതുകൊണ്ട് ആ കാശ് ഞാൻ പാഴാക്കൂല എന്ന് 8 വയസ്സുകാരൻ പോലും പറഞ്ഞു പോരെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഹദ്ദാദ് നഗറിൽ പഠിച്ചുകൂടിയ ആയിരക്കണക്കാരെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കിയെങ്കിൽ ആ കാശ് കൊണ്ട് സിനിമയ്ക്ക് പോകൂല, ആ കാശ് കൊണ്ട് കള്ളുകുപ്പിയെടുക്കൂല, ആ കാശ് കൊണ്ട് കൂത്താട്ടം നടത്തൂല. കഷ്ടപ്പെടാതെ ഉപ്പാന്റെയും ഉമ്മാന്റെയും കയ്യിൽ നിന്ന് ഖജനാവിൽ നിന്ന് അവന് കാശുണ്ടാക്കുന്നത് കൊണ്ടാ, കഷ്ടപ്പാടും സങ്കടവും അറിയാതെ പണമുണ്ടാക്കിയത് കൊണ്ടാ, വിഷമവും പ്രയാസവും അറിയാതെ പണമുണ്ടാക്കിയത് കൊണ്ടാ. എന്റെ സഹോദരങ്ങൾ ആർഭാടത്തിന് വേണ്ടി ആനന്ദത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്നത് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എവിടെ നിന്നാണ് പണം സമ്പാദിച്ചതെന്ന് അള്ളാഹു ചോദിക്കുന്നോ. വിയർപ്പൊഴുക്കി കഷ്ടപ്പെട്ട് ഹലാലായ രീതിയിലൂടെയാണ് ഞാൻ പണം സമ്പാദിച്ചതെന്ന് പടച്ചവരോട് പറയാനുള്ള മനസ്സ് ഈ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് വേണം. അള്ളാഹിനോട് ധൈര്യത്തോടു കൂടി പറയാൻ, അള്ളാഹുവേ നീ തന്ന പൊരുത്തത്തോടുകൂടി തന്ന തൃപ്തിയോടുകൂടി തന്ന ചെറിയ ജോലി, ആ ജോലി കൊണ്ട് ആർത്തിയില്ലാതെ ആഡംബരമില്ലാതെ കഷ്ടപ്പെട്ട് ഞാൻ സമ്പാദിച്ച പണമാണ്. ഏറ്റവും എളുപ്പത്തിൽ പണമുണ്ടാക്കലാണ് എല്ലാവർക്കും ഇന്ന് ജോലി. അതിൽപ്പെട്ടതാണ് ചങ്ങല ബിസിനസ്സുകൾ. അതിന് മണി ചെയിൻ അങ്ങനെ ഒരു പേരുണ്ട്. കാസർഗോഡ് ജില്ലയിൽ അതിന്റെ പേരെന്തെന്ന് എനിക്കറിയില്ല. ഉഷാർ ബാക്കവിയോട് വന്നിട്ട് പറയും, ഉസ്താദേ കുറച്ചു കാലം കഴിഞ്ഞ് തൊണ്ടയൊക്കെ അടച്ച് പള്ളിയിലും ജുമയ്ക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമൊക്കെ വന്ന് സ്നേഹിച്ചവരും ഇഷ്ടപ്പെട്ടവരും ഒക്കെ ഫോൺ വരെ വിളിക്കാത്ത ഒരു സാഹചര്യം വരുമ്പോഴേ നിങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞാൻ പറയും ജീവിക്കണം. അതിന് എൻ്റെ ഒരു ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുത്താൽ മതി. ഞാൻ പറയും എന്ത് ക്ലാസ്സാ? ഓഡിറ്റോറിയത്തിൽ 2 മണിക്കൊരു ക്ലാസ് ഉണ്ട്. അള്ളാണ ചെന്നിരുന്ന് കൊടുക്കരുത്. ഇരുന്നു പോയാൽ മായാജാലക്കാരന്റെ മാന്ത്രികം പോലെ പോകുന്നവർ മുഴുവനും ആ മണി ചെയിനിൽ പങ്കു ചേർന്നിട്ടേ മടങ്ങി വരികയുള്ളൂ. അങ്ങനെ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സങ്കടം തോന്നിയിട്ട് കാര്യമില്ല. പറയേണ്ടത് പറയാതിരിക്കാൻ നിവർത്തിയില്ല, അതുകൊണ്ട് പറയുന്നതാണ്. ആദ്യം 15,000 രൂപ വെച്ച് 3 മാസം അടയ്ക്കുക. എത്രയായപ്പോ? എന്നിട്ട് 3 വർഷം വരെ കാത്തിരിക്കുക. 3 വർഷം കഴിഞ്ഞാൽ പിന്നെ മരിക്കുന്നത് വരെ എല്ലാ മാസവും നിങ്ങളുടെ വീടിന്റെ മുമ്പേ 50,000-ന്റെ ചെക്ക് കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ, ഞങ്ങൾക്കിപ്പോ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന കേൾക്കുമ്പോ വീട്ടിന്റെ അകത്തിരിക്കുന്ന സഹോദരിമാരുടെ മനസ്സ് മയങ്ങിപ്പോകും. പാവപ്പെട്ട ഭർത്താവിനോട് പറയും, ഇക്കാ കാശുണ്ടാക്കണ്ടേ, വീട് വെക്കണ്ടേ, സൈനബാടെ വീട് പോലെ വലിയ വീട് വെക്കണ്ടേ, ശുക്കൂറെടുത്ത വണ്ടി പോലെ വലിയ വണ്ടി എടുക്കണ്ടേ. അതുകൊണ്ട് നോക്കണ്ട, ഉസ്താദ് പറഞ്ഞത് ഹറാമാണെന്നാണടി. എടി ഉസ്താദ് പറഞ്ഞത് ഹറാമാണെന്നാ. ഉടനെ ഈ പെണ്ണ് പറയും, മൊയ്ലിയാരതൊക്കെ പറയും, മുസ്ലിയാരതൊക്കെ പറയും, ഇത് ഹറാമാണെന്ന് പറഞ്ഞ് മാറ്റിവെച്ചാൽ നമുക്ക് ജീവിക്കണ്ടേ? മൊയ്ലിയാര് വന്ന് വീട് വെച്ച് തരോ? മുസ്ലിയാര് മക്കളൊക്കെ ചെലവ് കൊടുക്കോ? അതുകൊണ്ട് ഇതിൽ നിങ്ങൾ ചേരണം എന്ന് പറഞ്ഞുകൊണ്ട് ഹറാമായ പൈസയുടെ പങ്കുചേരൽ ഈ സമുദായം ഇന്ന് കണ്ടെത്തിയിരിക്കുകയാ. അതുപോലെ ഒരു നുള്ളു കഞ്ചാവിന്റെ വില കാസർഗോഡ് ജില്ലയുടെ ചെറുപ്പക്കാരാ നിങ്ങൾക്കറിയുമോ? 1 പവന് സ്വർണത്തിന്റെ വിലയാ. 1 പവന് സ്വർണത്തിന് കൊടുക്കുന്ന വിലയാണ് 1 നുള്ളു കഞ്ചാവിന്റെ വിലയെങ്കിൽ 1 പവന് സ്വർണത്തിന് വേണ്ടിയിട്ട് പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണത്തിന് കഴുത്തിലണിഞ്ഞു കൊടുക്കാൻ, ഒരു മാലയ്ക്ക് വേണ്ടി, ഒരു വളയ്ക്ക് വേണ്ടി, ഒരു കമ്മലിന് വേണ്ടി, ഒരു സ്വർണത്തിന്റെ മുത്തിന് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹദ്ദാദ് നഗറിലുള്ള പാവപ്പെട്ടവരുടെ കാല് പിടിക്കുമ്പോ കൊടുക്കാൻ മനസ്സ് കാണിക്കുന്നവരെ, നമ്മുടെ മക്കളോ ക്യാമ്പസിന്റെ അകത്തളങ്ങളിൽ കള്ളക്കച്ചവടം നടത്തുന്ന കഞ്ചാവ് കച്ചവടത്തിന്റെ 1 നുള്ളു കഞ്ചാവിന്റെ വില 1 പവന് സ്വർണത്തിന്റെ വിലയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, ലക്ഷക്കണക്കിന് രൂപയ്ക്ക് കുടിച്ചു കൂത്താടുന്ന, ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ശരീരത്തെ നശിപ്പിക്കുന്ന മാരകമായ വിഷം കഴിക്കുന്ന സമുദായത്തിന്റെ ചെറുപ്പക്കാർ ചിന്തിച്ചോ?
മോനെ, കഷ്ടപ്പെട്ട് പണമുണ്ടാക്കിയാൽ നിന്നെ പവറുണ്ട്, കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയാൽ നിന്നെ പവറുണ്ട്. കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി പണമുണ്ടാക്കിയവർ പാവപ്പെട്ട യത്തീം കുട്ടിക്കാണെന്ന് പറഞ്ഞ് ഒരു 15 രൂപ, ഒരു 50 രൂപ അബ്ദാദ് നഗറിലെ സംഘാടകരുടെ കയ്യിൽ കൊടുത്താൽ പട്ടിണി കിടക്കുന്ന, ഓലപ്പുര ചോർന്നൊലിക്കുന്ന, ഓലപ്പുരയ്ക്കകത്ത് കഴിയുന്ന അബ്ദാദ് നഗറിലെ പാവപ്പെട്ട ഉമ്മയില്ലേ, ആ ഉമ്മയതാ ഒരു 50 രൂപ കൊണ്ടുവന്നിട്ട് സ്ത്രീകളുടെ ഭാഗത്തിരിക്കുന്ന സംഘാടകരുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്ന, മക്കളെ 50,000 കൊടുക്കണമെന്ന് കൊതിയുണ്ട്, പക്ഷേ ഉമ്മച്ച് പട്ടിണിയാണ്, ഉമ്മാടെ മക്കളൊക്കെ രോഗിയാണ്, അതുകൊണ്ട് 7 പെമ്മക്കളെ കെട്ടിക്കുന്നോ ഈ 50 രൂപ ഉമ്മാടെ സ്വതക്കയായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൊരുത്തമുള്ള 50 രൂപയുടെ ബറക്കത്ത് പറഞ്ഞറിയിക്കാ കഴിയില്ല പ്രിയപ്പെട്ടവരെ. ഒരിക്കലും അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സമ്പാദിക്കുന്നത് നമ്മൾ എന്തിൽ നിന്ന് സമ്പാദിക്കുക? ഹലാലായ രീതിയിൽ നിന്ന് സമ്പാദിച്ചാൽ നമുക്ക് ഒരുപാട് നേട്ടമാണ്. ഇനി ഇരിക്കാൻ സ്ഥലമില്ലെങ്കിൽ ആ സൈഡ് വഴി വന്നാലും മദ്രസയുടെ മുകളിലിരിക്കും. കുറച്ചുപിടിക്കണം പകുതി. മദ്രസയുടെ മുകൾ ഭാഗത്ത് ഇരിക്കാൻ സൗകര്യമുണ്ട്. ബുദ്ധിമുട്ടില്ലെങ്കിൽ, ബുദ്ധിമുട്ടില്ല, സുഖമല്ലേ, ബാൽക്കണിയല്ലേ, സുഖമായിട്ട് അവിടെ ഇരിക്കാം. KL 60B33 ഇന്നോവ കാറ് ഒന്ന് മാറ്റി പാർക്ക് ചെയ്ത് കൊടുക്കണം. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, നടക്കൂല ഇത്. എല്ലാവരും ദ്വാരക്കണം എൻ്റെ ശബ്ദത്തിന് വേണ്ടി. അത് പറയാനായിട്ടന്ന് വന്നേ, പ്രസംഗിക്കാൻ വന്നതല്ല. നിങ്ങൾ ഇത്രയും ജനങ്ങളെ കൊണ്ട് നാളെ കൊല്ലമ്പാടി, മറ്റന്നാൾ കൊല്ലമ്പാടിയിലെ സരസിലുള്ള ജനങ്ങളെ കൊണ്ടും ദ്വാ ചെയ്യിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ വന്നത്. ഇത്രയും ജനങ്ങൾ വരുമെന്ന് എനിക്ക് എന്തായാലും അറിയാം. അവരൊക്കെ മനസ്സറിഞ്ഞ് ദ്വാ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ അടുത്തൊരു സംഭവം, സുബ്ഹാനല്ലാഹ്, ഞാൻ തൊണ്ട അടച്ച് ജുമാ പ്രസംഗവും അവരിവിടെ സംഘാടകരുണ്ടെങ്കിൽ, ഞാൻ ഈ പറയുന്ന സംഘാടകരുടെ ഉണ്ടെങ്കിൽ വാത് കഴിഞ്ഞ് എന്നെ കണ്ടിട്ടേ പോകാം. ഒരു 3-4 ചെറുപ്പക്കാര് തിരുവനന്തപുരം പള്ളിയിൽ വന്നു, കാസർഗോഡ് ജില്ലയിൽപ്പെട്ടവരാ. അവര് വന്നിട്ട് കുറച്ച് പത്രത്തിന്റെ കട്ടിങ്ങാണ് ആദ്യം കൊണ്ട് തന്നത്. അതിൽ മുഴുവന് ക്യാൻസർ രോഗികൾക്ക് അവര് സഹായം കൊടുക്കുന്ന ഫോട്ടോയാണ്. 50,000, 25,000, 30,000, 40,000 രൂപ വെച്ച് ക്യാൻസർ രോഗികൾക്ക് അവര് സഹായം കൊടുക്കുന്ന ഫോട്ടോ. എന്നിട്ട് അതിൽ മനസ്സലിയിക്കുന്ന ഏത് ഉസ്താദും ഡേറ്റ് കൊടുത്തു പോകുന്ന ഒരു കത്തും, ഏത് ഉസ്താദ് വായിച്ചാൽ എപ്പോൾ ഡേറ്റ് കൊടുക്കും, ആ രീതിയിൽ ഒരു കത്തും എഴുതി കൈ കൊടുത്തു. യഥാർത്ഥത്തിൽ ഞാൻ ആദ്യം അവരോട് ചൂടായി ദേഷ്യപ്പെട്ടു. കാരണം ഇവിടെ ഒന്നാള് മുങ്ങി ഇരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ കാസർഗോഡ് എന്ന് പറഞ്ഞാണ്ടല്ലോ, മുക്കിന് വാള് ഇത് എന്നോട് എൻ്റെ പെണ്ണുപിള്ള ചോദിച്ചാൽ കാസർഗോഡ് നിന്ന് പെണ്ണ് കെട്ടിയൊന്ന്. കാസർഗോഡ് ആര് വിളിച്ചാലും കാസർഗോഡ് ഫുൾ ടൈം 24 മണിക്കൂറും കാസർഗോഡ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോ ഈ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് വന്നു പറഞ്ഞപ്പോൾ എനിക്ക് ആ ദേഷ്യം വന്നു. കാരണം ഒന്നാമത് പരിപാടികൾ ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിന്റെ കൂടെ വീണ്ടും പുതിയത് എങ്ങനെ കൊടുക്കും. അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, വായിക്കാതെ ഞാൻ വായിച്ചു, പിന്നെ ബാഗിനകത്ത് വെച്ചു. ജുമാ കഴിഞ്ഞ് ഞാനൊന്ന് വായിച്ചു നോക്കിയപ്പോഴുണ്ടല്ലോ, കൽബ് പൊട്ടിപ്പോയി. ആ മക്കള് പാവപ്പെട്ടവരെടുത്തു പോയിട്ട് 50, 100, 250, 500 വാങ്ങിയിട്ട് ക്യാൻസർ രോഗം പനി പടരുന്ന പോലെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന കാസർഗോഡ് ജില്ലയുടെ ഒരു ഭാഗം, ആ ഭാഗത്തെ രോഗികൾക്ക് അവരെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യുന്നു. 3, 4, 10, 50 ലക്ഷം രൂപ ചികിത്സയ്ക്ക് ആവശ്യമുള്ള ഒരു ദിവസം വന്ന് ഒരു ബക്കറ്റ് കളക്ഷനെങ്കിലും നടത്തിയിട്ട് ആ രോഗികൾക്ക് ഒരു ആശ്വാസം കൊടുക്കണമെന്ന് കണ്ണീരോട് അതിൻ്റെ ഇടയിൽ എഴുതിയിട്ട് അവരെഴുതുന്നു. രോഗമാണ് ഉസ്താദേ, ഇന്നവർക്കാണെങ്കിൽ നാളെ നമുക്കായിരിക്കും. നമ്മുടെ മക്കൾ തെണ്ടാൻ പോകുന്ന ഒരവസ്ഥ വരാതിരിക്കാൻ ഉസ്താദ് പരിഗണിക്കണമെന്ന് കണ്ണീരോട് കൂടി പറഞ്ഞത് കാസർഗോഡ് ജില്ലയുടെ മാലിക് ദീനാർ എന്ന് പറയുന്ന രാജകുമാരൻ കിടന്നിറങ്ങുന്ന മണ്ണിന്റെ മക്കളാണെന്ന് പറഞ്ഞതിൽ സന്തോഷവും അഭിമാനവും ഉണ്ട്. എന്റെ പ്രിയപ്പെട്ടവർ, എനിക്ക് അല്ലാഹു ആ മക്കളെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഒന്നിലും നിങ്ങൾ പുറകോട്ട് പോകണ്ട. പക്ഷേ സമ്പാദിക്കുന്നത് എവിടെ നിന്നാണെന്ന് അള്ള ചോദിച്ചാൽ പണക്കാരന് കൂട്ടുകാർ ധാരാളം കാണും. പലിശക്കാരൻ പെട്ടെന്ന് വളരും. അവൻ 10,000 രൂപ പലിശയ്ക്ക് കൊടുത്തവൻ 10 മാസം കഴിയുമ്പോ
10 മാസം കഴിയുമ്പോൾ 10 ലക്ഷം രൂപയുടെ ഉടമയായി മാറുകയാണ്. ഈ 10 ലക്ഷം രൂപ വീണ്ടും പലിശയ്ക്ക് കൊടുത്ത് കോടികളുടെ ആസ്തിയുള്ളവനായി മാറുമ്പോ അവസാനം അവന്റെ പണം ഇങ്ങനെ വളർന്നു വരുമ്പോ നാട്ടിൽ സ്വാധീനം അവനാണ്. എന്തിനേറെ അള്ളാന്റെ പള്ളി പരിപാലിക്കുന്ന കമ്മിറ്റിക്കാര് പോലും പലിശക്കാരന്റെ ആസനം താങ്ങിയിട്ട് ജീവിക്കേണ്ടുന്ന ഗതികേടാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഉസ്താദിന് ജുമയ്ക്ക് പലിശക്കെതിരെ പ്രസംഗിക്കാൻ കഴിയൂല. പലിശക്കാർക്കെതിരെ പ്രസംഗിച്ചാൽ ഒന്നാമത്തെ സഫിലിരിക്കുന്നവര് തന്നെ പ്രസംഗം നിർത്തണോ എന്ന് ഉസ്താദിനോട് പറയും. അതിനുള്ള പവർ പലിശക്കാർക്കുണ്ട്. കാരണം അവരാണ് മിനാര ഉണ്ടാക്കി കൊടുത്തത്, അവരാണ് ഹൗൽ ഉണ്ടാക്കി കൊടുത്തത്, അവരാണ് കബറടക്കാൻ സ്ഥലം വാങ്ങിച്ചു കൊടുത്തത്. രക്ഷയില്ല സമുദായമേ. പലിശക്കാരന്റെ തോളത്ത് കൈയിട്ടുകൊണ്ട് നടക്കുമ്പോ കിട്ടുന്ന സുഖം. പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ, കനമേറിടുന്നു കല്ല് നിന്റെ മീതേ. അള്ളാന്റെ പള്ളിപ്പറമ്പിൽ നിന്നെ കൊണ്ടുവെക്കുമ്പോ അരിയിൽ മണ്ണാണ്, അടിയിൽ മണ്ണാണ്, മുകളിൽ മണ്ണാണ്. ആരോരുമില്ലാത്ത മണ്ണറയ്ക്കകത്ത് പലിശക്കാരന്റെ സഹായം നിനക്കുണ്ടാവൂല പൊന്നുമോനെ. കുപ്പിയെടുത്തു തരുന്ന കൂട്ടുകാര് ഇന്ന് മുതൽ നമുക്ക് വേണ്ടടാ. പെണ്ണുപിടിയന്മാരായ സുഹൃത്തുക്കള് ഈ രാത്രി മുതൽ നമുക്ക് വേണ്ടടാ. താവനു അലൽ ബിരിവൽ താവനു അലൽ ബിരിവത്തഖ്വാ വലാ താവനു അലൽ ഇസ്മി വൽഉദ്വാ. ഗുണത്തിന്റെ പേരിൽ തഖ്വയുടെ പേരിൽ സഹായിക്കുന്ന ഹദ്ദാദ് നഗറിലെ പാവപ്പെട്ട മഹറിന്റെ മക്കളെ കണ്ടില്ലേ? സാറുസാറെ ഒരു ദിവസം അതിന് വേണമല്ലോ. ആകെ ഒരു 19-ാം തീയതി മാത്രമാണ് ഒഴിവുള്ളതെന്ന് പറഞ്ഞപ്പോ ആ ഒരൊറ്റ ദിവസത്തെ പരിപാടി വെറുതെ വെക്കാൻ വേണ്ടി തീരുമാനിച്ച മഹറിന്റെ മക്കളാണ് ഇന്ന് ജനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാറ് ഓടി നടന്ന് കഷ്ടപ്പെടുന്നത്. അവരുടെ തീരുമാനം കണ്ടോ? അവരൊരുമിച്ച് നിന്നപ്പോ, അവർ ഉസ്താദുമാരോട് അഭിപ്രായം ചോദിച്ചപ്പോ, അവര് സയ്യിദന്മാരോട് ഉപദേശം ചോദിച്ചപ്പോ ഈ നാട്ടിലും ഈ മഹലിലും അതിന് പുറത്തുമുള്ള ഒരു അന്യവധത്തിൽപ്പെട്ട പെൺകുട്ടിയടക്കം 7 പാവപ്പെട്ട പെൺകുട്ടികളുടെ കണ്ണീരിന്റെ തുള്ളികൾ ഈ ദുനിയാവിന്റെ തൊലിക്ക് പുറത്ത് വീഴുന്നതിന് മുമ്പ് കൈക്കുമ്പിൾ കാണിച്ചേറ്റെടുക്ക. ആ പാവപ്പെട്ട ചെറുപ്പക്കാർക്ക് കഴിഞ്ഞു പോയത് എന്തിന്റെ പേരിലാ? താവനോ അലൽ ബിർരി വത്തഖ്വാ. പരസ്പരം അല്ലാഹുവിന് വേണ്ടി സഹായിക്കടാ. എന്തിനാ സിനിമയ്ക്ക് വേണ്ടി കൂട്ടുകൂടുന്നത്? എന്തിനാ നാട്ടിൽ ഫിത്നയുണ്ടാക്കാൻ ഒരു കൂട്ടുകൂടുന്നത്? എന്തിനാണ് ഉസ്താദുമാരെ കുറിച്ച് ആക്ഷേപം പറയാന്, പരിഹാസം പറയാന്, ഉസ്താദുമാർ അറിയാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയാന്? എന്തിനാണ് തോളത്ത് കൈയിട്ടുകൊണ്ട് പണത്തിന്റെ പവറിൽ അങ്ങനെ ഒരു കൂട്ടുകെട്ട്? എന്തിനാ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമുക്ക് വേണ്ടത് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള കൂട്ടുകെട്ടാ. ആ കൂട്ടുകാരന്റെ കണ്ണീരുള്ള ദുആയാണ് നമുക്ക് വേണ്ടത്. പണത്തിന്റെ പവർ ദുനിയാവിന്റെ നൈമിഷികമാകുന്ന അന്തരീക്ഷത്തിൽ കെട്ടടങ്ങും. പ്രിയപ്പെട്ടവരെ, വല്ലാഹിറത്തു ഖൈറും വഅബ്ഖാ. എന്നെന്നും ശേഷിക്കുന്നതും ഉത്തമമായതും ആഖിറം മാത്രമാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. ഇരിക്കുന്ന ഈ ജനസഞ്ചയത്തെ ഒന്ന് കണക്കെടുത്തു നോക്കുക. 15 വയസ്സ് മുതൽ 35 വയസ്സിനകത്തുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഈ സദസ്സിലും ഈ പരിസരങ്ങളിലും നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. ഇവരെ നമുക്ക് പിശാചിന്റെ ചവിട്ടിത്തേക്കാൾ വിട്ടുകൊടുക്കാൻ പറ്റോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇവരെ നമുക്ക് അല്ലാഹുവിന്റെ ദീൻ പൊളിക്കുന്നവരാക്കി മാറ്റണോ? ഇവരെ നമുക്ക് അല്ലാഹുവിന്റെ റസൂലിനെ ചവിട്ടിത്തേക്കുന്നവരാക്കി മാറ്റണോ? വേണ്ട. ഇവരെ നമുക്ക് അല്ലാഹുവിന്റെ മക്കളാക്കി മാറ്റാൻ, നമ്മുടെ സമുദായത്തിനൊരു ആവശ്യം വരുമ്പോൾ ഒരുമിച്ച് നിൽക്കുന്നവരാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് എവിടെ നിന്ന് പണം സമ്പാദിക്കുന്നു എന്നത് വളരെ കറണ്ടായിട്ട് കണക്കാക്കേണ്ട കാര്യമാണ്. പലിശയിലൂടെയുള്ള സമ്പാദ്യം നമുക്ക് വേണ്ട. കള്ള് കച്ചവടത്തിലൂടെയുള്ള പണം നമുക്ക് വേണ്ട. സഹോദരിമാരെ, ഭർത്താവ് ഗൾഫിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോ എല്ലാം ഇങ്ങനെ വാരിക്കൊണ്ട് വഞ്ചിച്ചുകൊണ്ട് കൊണ്ടുവരാൻ പറയുന്ന സ്വഭാവം എന്റെ സഹോദരിമാർക്കുണ്ടത് വേണ്ട.
അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഉള്ളത് മതി. പൊരുത്തത്തോടെ അല്ലാഹു തരുന്ന ബറക്കത്തുണ്ടല്ലോ, അല്ലാഹു തരുന്ന ബറക്കത്ത് വളരെ വിശാലമാണ്. ആ ബറക്കത്ത് മതി നമ്മുടെ പണത്തിന്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ കീഴടക്കുകയാണ്. ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ കീഴടക്കിയിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വത്തുവകകളും ആഭരണങ്ങളും എല്ലാം കിട്ടിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാ. അണികൾ വന്നിട്ട് ചോദിക്കുന്ന, പ്രിയപ്പെട്ട ഖലീഫ, അവിടെ നിന്നിരാ കരയുന്നത്? സ്വത്ത് കിട്ടിയില്ലേ, ആഭരണം കിട്ടിയില്ലേ, അധികാരം കിട്ടിയില്ലേ, ഇറാഖ് എന്ന രാജ്യത്തെ പിടിച്ചടക്കാ കഴിഞ്ഞില്ലേ, പിന്നെന്തിനാ അവിടെ നിന്ന് പൊട്ടിക്കരയുന്നതെന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറഞ്ഞതെന്താ? ഇന്നലിൽ മാലി ലററാറാ കലറാരത്തിൽ ഖംരി. കള്ളു മനുഷ്യന്റെ തലച്ചോറിനെ പിടിക്കുന്ന പോലെ, കള്ളു മനുഷ്യന്റെ മസ്തിഷ്കത്തെ മരവിപ്പിക്കുന്നത് പോലെ സമ്പത്ത് മനുഷ്യനെ പിടിച്ചടക്കുന്നതാ. ഒരുപാട് പണം വന്നു പോയ അല്ലാഹുവെ മറക്കുന്നതാ, ഒരുപാട് സുഖം വന്നു പോയ അല്ലാഹുവെ മറക്കുന്നതാ, ഒരുപാട് ആഡംബരം വന്നു പോയ പടച്ചോനെ മറക്കുന്നതാ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി ഓടി വരികയാ. അസ്ർ നിസ്കാരത്തിന് ഓടി വരുമ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ആരംഭപ്പുവായ റസൂൽ നിസ്കാരം കഴിഞ്ഞിട്ട് സലാം വീട്ടുന്ന രംഗമാ കണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹു കരയുകയാ. സലാം വീട്ടിയ പ്രവാചകന്റെ മുമ്പ് പോയിരുന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്ന, നബിയേ, ഇന്നലെ ഞാൻ വാങ്ങി ഈന്തപ്പനത്തോട്ടമുണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സ്വതക്ക തരുന്ന നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തേ ഉമറേ ഇതിന്റെ കാരണോ? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന, നബിയേ, ആ ഈന്തപ്പനത്തോട്ടത്തിൽ വെള്ളമൊഴിച്ചു കൊടുത്തത് കൊണ്ട്, ആ ഈന്തപ്പനത്തോട്ടത്തിൽ വെള്ളമൊഴിക്കാൻ പോയത് കൊണ്ട് എന്റെ അസ്ർ നിസ്കാരത്തിന്റെ പ്രവാചകന്റെ കൂടെയുള്ള ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി നബിയേ. അതുകൊണ്ട് ആ തോട്ടം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞവർ ദുനിയാവിന്റെ ആഡംബരത്തിന്റെ അപകടമറിഞ്ഞവരാ. നമ്മളോ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നാ പിന്നെ മുസല്ലമടക്കി കട്ടിലിന്റെ അടിയിൽ വലിച്ചെറിയുന്ന കാസർഗോഡ് ജില്ലയിലെ പെങ്ങളെ, പർദ്ദ കൊണ്ട് മാത്രം സ്വർഗം കിട്ടുമെന്ന് മോഹിക്കണ്ട, മക്കനെ കൊണ്ട് മാത്രം സ്വർഗം കിട്ടുമെന്ന് മോഹിക്കണ്ട, ഭർത്താവിന്റെ കൂടെ ആണ്ട് നേർച്ചയ്ക്ക് മുറൂസിനും പോയത് കൊണ്ട് മാത്രം സ്വർഗം കിട്ടുമെന്ന് കരുതണ്ട. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ഓരോ സെക്കൻഡും ചെലവഴിക്കാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് മനസ്സ് വെക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്നലിൽ മാലി ലററാറാ കലറാറത്തിൽ ഖംരി. സമ്പത്തിന്റെ ഒരു മാസ്മരിക ശക്തിയുണ്ട്. കലറാറത്തിൽ ഖംരി, കള്ളിന്റെ ശക്തി പോലെ, കള്ള് തലച്ചോറിൽ പിടിക്കുന്ന പോലെ, കള്ള് മസ്തിഷ്കത്തെ മരവിപ്പിക്കുന്ന പോലെ പണം മനുഷ്യനെ മരവിപ്പിക്കുന്നതാ. ചില ആൾക്കാരൊക്കെ ഗൾഫിൽ പോയിട്ട് വന്നാ പിന്നെ ആരും അറിയൂല, 10 കാശ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരെയും തിരിച്ചറിയൂല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ പിടിച്ചടക്കി ധാരാളം സ്വത്തും സമ്പാദ്യവും ഒക്കെ കിട്ടിയതിന്റെ പേരിൽ എന്തിനാണ് ഞാൻ കരയുന്നതെന്ന് ചോദിച്ച സഹാബ, ഈ സ്വത്തിന്റെ പേരിൽ നിങ്ങളുടെ മനസ്സ് മാറാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ പൊട്ടിക്കരയുകയാണ്. അല്ലാഹു തആല നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകന്റെ മുമ്പ് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഉദുല്ലാഹ അയ്യജഅലനി മുസ്തജാബദ് ദഅവാ. അല്ലാഹു ദുആ സ്വീകരിക്കപ്പെടുന്ന ഒരാളാകണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി അള്ളാന്റെ നബി അവിടെ ദുആ ചെയ്യണം. നമ്മൾ ചെയ്യുന്ന ദുആ അല്ലാഹ് സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത എത്ര പേരുണ്ട്? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ചോദിച്ച അപ്പ കിട്ടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ചോദിച്ചാൽ ആ സെക്കൻഡിൽ കിട്ടണം. ഇല്ലെങ്കിൽ നമുക്ക് മുമ്പ് ഒരാള് റമളാൻ മാസത്തിൽ ലൈലത്തുൽ ഖദർ ചോദിച്ചു. റമളാൻ മാസത്തിൽ ലൈലത്തുൽ ഖദർ ചോദിച്ചു. അയാൾ എന്ത് കാര്യം ചോദിച്ചാൽ അപ്പടി കിട്ടണം, ഇല്ലെങ്കിൽ വലിയ പാടാ. അങ്ങനെ അള്ളാന്റെ പള്ളിക്കകത്ത് ലൈലത്തുൽ ഖദർ ഇരിക്കാൻ വേണ്ടി പോയി. ലൈലത്തുൽ ഖദറിൽ ഇഅ്തികാഫ് ഇരിക്കാൻ വേണ്ടി അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഅ്തികാഫിന്റെ പ്രതിഫലം പറഞ്ഞ പള്ളിയിലേക്ക് അയാൾ നിസ്കരിക്കാൻ വേണ്ടി പോയി. എല്ലാ ഉപ്പപ്പമാരും പള്ളിയുടെ ഫ്രണ്ടിൽ പോയി, അല്ലാഹുവേ ലൈലത്തുൽ ഖദർ തരണേ അല്ലാ, ലൈലത്തുൽ ഖദർ തരണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുക.
ഇയാളും പോയിട്ട് ലൈലത്തുൽ ഖദർ തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ടിരുന്നു. അന്ന് പഴയതുപോലെ ഇന്നത്തെ പോലെ ലൈറ്റും വലിയ വലിയ പ്രകാശമുള്ള ട്യൂബ് ലൈറ്റുകളൊന്നുമില്ല. ആ ഒരു മണ്ണെണ്ണ വിളക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിങ്ങനെ പള്ളിയുടെ പുറകുഭാഗത്ത് കെട്ടിത്തൂക്കിയിട്ടിരിക്കും. പള്ളിയുടെ പുറകുഭാഗത്ത് ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കും. അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ, മണ്ണെണ്ണ വിളക്ക്. ആ മണ്ണെണ്ണ വിളക്ക് ദാവൂദ് നബി അലൈഹിസ്സലാം സബൂർ എന്ന് പറയുന്ന കിതാബ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ മുമ്പിരുന്ന് ഉറങ്ങി. അപ്പൊ ദാവൂദ് നബി അലൈഹി സ്വലാമിന് അള്ളാഹ് വഹി അറിയിച്ചു കൊടുത്തു, അള്ളാഹുവിന്റെ കാര്യം പറയുമ്പോൾ ഉറങ്ങുന്നവനെ അവന്റെ കാര്യം പറയുമ്പോൾ അള്ളാഹു ഉറങ്ങുമെന്ന് പറയാൻ പറഞ്ഞു ദാവൂദ് നബിയോട്. ദാവൂദ് നബി അങ്ങനെ പ്രസംഗിച്ചപ്പോ അടുത്തിരിക്കുന്നവൻ വിളിച്ചുണർത്തി. അപ്പോ അള്ളാഹു വഹി അറിയിച്ചു കൊടുത്തു ദാവൂദ് നബിക്ക്, ശ്രദ്ധിക്കാതെ മറ്റുള്ളവർ ഉറങ്ങുന്നോ ഉണ്ടെന്നോ നോക്കിക്കൊണ്ടിരിക്കുന്നവന് അള്ളാഹു ശ്രദ്ധിക്കൂല എന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ പ്രശ്നമാണ്, ഏതായാലും പ്രശ്നമാണ്. നമ്മുടെ ശ്രദ്ധ ഇങ്ങോട്ടിരിക്കട്ടെ, ഉറങ്ങേ വീഴെ അല്ല കാക്കട്ടെ. അപ്പോ സമ്പത്ത് ഒരുപാട് കൂടുമ്പോ, പ്രത്യേകിച്ച് ഹറാമായ സമ്പത്ത് കൂടിയാൽ എന്തായാലും നമ്മുടെ മനസ്സ് മാറിപ്പോകും. ഹലാലായ സമ്പാദ്യം നമുക്ക് അധികരിച്ചാലും മനസ്സ് മാറിപ്പോകും. അതുകൊണ്ട് ചെയ്യുന്ന ദുആ അല്ലാഹ് സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരാവുള്ളത്? ദുആ സ്വീകരിക്കണം, നമ്മുടെ എല്ലാവരുടെയും ദുആ സ്വീകരിക്കണം. ലൈലത്തുൽ ഖദർ ചോദിക്കാൻ വേണ്ടി മണ്ണെണ്ണ വിളക്കിന്റെ നേരെ താഴെ ഒരാൾ പോയിരുന്നിട്ട് ദുആ ചെയ്യുക, അല്ലാഹു ലൈലത്തുൽ ഖദർ തരണേ അല്ലാഹ്. ചെറിയ വെളിച്ചേ ഉള്ളൂ. അപ്പൊ ഈ മണ്ണെണ്ണ വിളക്ക് പൊത്തിട്ടുണ്ടായിരുന്നു, ചെറിയ ഒരു ഹോൾ ഉണ്ടായിരുന്നു. അപ്പൊ ഓരോ തുള്ളി മണ്ണെണ്ണ ഇങ്ങനെ വന്ന് വീഴാണ്. ഇവൻ ഇങ്ങനെ ലൈലത്തുൽ ഖദർ താ അല്ലാഹ് എന്ന് പറയുമ്പോൾ ഒരു തുള്ളി വന്ന് തല വീഴും. ഇവൻ പറയും അൽഹംദുലില്ലാ. രണ്ടാമത് വീണ്ടും തുള്ളി ഇങ്ങനെ വീഴുമ്പോ ഇവൻ പറയും ലൈലത്തുൽ ഖദർ ഇങ്ങനെ എല്ലാവർക്കും ചോദിച്ച ഉടനെ കിട്ടുന്നത് കൊണ്ടാ ഫ്രണ്ട് സഫിൽ ഇരിക്കുന്നവരൊക്കെ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് മൂപ്പര് കരുതി. അവസാനം മണ്ണെണ്ണ തീർന്ന് വിളക്കണഞ്ഞപ്പോ പുള്ളി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്നു. പെണ്ണുമുള്ള ചോദിച്ചു, ആദ്യമായി ലൈലത്തുൽ ഖദറിന് പോയ നിങ്ങളാ, എന്തേ പെട്ടെന്ന് തിരിച്ചു വന്നെന്ന് ചോദിച്ചു. ലൈലത്തുൽ ഖദർ എനിക്ക് കിട്ടി. എങ്ങനെ കിട്ടിയത്? ലൈലത്തുൽ ഖദർ കിട്ടി, പക്ഷേ ഒരു ചെറിയ മണ്ണെണ്ണയുടെ ഗ്യാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തൊട്ട് മണപ്പിച്ചു കൊടുക്കാൻ. ചോദിക്കുന്നത് അപ്പോഴപ്പോഴും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് ഒരു മണ്ടത്തരമാണ്. പതുക്കെ കിട്ടുള്ളൂ. പക്ഷേ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ആഗ്രഹം എന്താ? അല്ലാഹുവേ, ഞാൻ ദുആ ചെയ്യുമ്പോ ആ ദുആ അല്ലാഹു സ്വീകരിക്കണം നബിയേ, അതിനൊരു വഴി പറഞ്ഞു തരുമോ നബിയേ? ചെയ്യുന്ന ദുആ സ്വീകരിക്കാനുള്ള വഴി പറയാൻ പോവുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന കാര്യം നിന്റെ ജീവിതത്തിൽ നീ ശ്രദ്ധിച്ചാൽ നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാ. ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം നിന്റെ ജീവിതത്തിൽ നീ ശ്രദ്ധിച്ചാൽ നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. കാസർഗോഡ് ജില്ലയിലെ ഹദ്ദാദ് നഗറിൽ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, ഈ കാര്യം ചെയ്യാ നിങ്ങൾ ഒരുക്കമാണോ? ഒരുക്കമാണോ? ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരുങ്ങിയാൽ നിങ്ങളുടെ ദുആ അല്ലാഹ് സ്വീകരിക്കും. എന്ത് ചെയ്താലും അല്ലാഹ് അപ്പം സ്വീകരിക്കും. നബി തങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കാൻ പോകുന്ന മറുപടിയാ, ഉദുഉല്ലാഹ അയജഅലനി മുസ്തജാബ ദഅവാ. നബിയേ, ദുആ സ്വീകരിക്കപ്പെടാൻ അവിടെ നിന്ന് ദുആ ചെയ്യണം. ഞാൻ ചെയ്യുന്ന ദുആ അല്ലാഹ് സ്വീകരിക്കണം നബിയേ. അങ്ങനെ ഒരു പവർ എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു, ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്താ മതി. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ദുആ അല്ലാഹ് സ്വീകരിക്കും. ചെയ്യാൻ ഒരുക്കമാണോ? ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എന്ന് ഉറച്ചു പറഞ്ഞ ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മുടെ നിയ്യത്ത് കബൂലാക്കട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന കാര്യം എന്താ? അത്തിബ് മതഅമക കുൻ മുസ്തജാബ ദഅവാ. അത്തിബ് മതഅമക, നിന്റെ ഭക്ഷണത്തെ നീ നന്നാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഗ്ലാമർ വരുത്തുക എന്നല്ല. ഗ്ലാമർ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് കണ്ണൂർ ജില്ലയുടെ ഭക്ഷണത്തിന് വല്ലാത്ത ഗ്ലാമറല്ലേ. ഇന്ന് വൈകുന്നേരം ചായ കുടിക്കാനായി കൊണ്ടിരുത്തിയ വീടിന്റെ മുമ്പ് നിരത്തി വെച്ച ഭക്ഷണം ഉണ്ടല്ലോ, പേരൊന്നും എനിക്കറിയില്ല, പേര് പറയാനും എനിക്കറിയില്ല. കേട്ടു പണ്ട് പിന്നെ നമ്മൾ ദറസി പഠിക്കുമ്പോൾ ഇസ്ലങ്കി സർവാക്കണ പോലെയുള്ള പേരുകളാ ഇപ്പോഴത്തെ ഭക്ഷണത്തിന്റെ പേര്. എല്ലാം പല മോഡലാണ്. ഇന്ത്യയിലെ പടത്തിന്റെ മോഡലിലുള്ളതുണ്ട്, ഫുട്ബോൾ പോലെ ഇരിക്കുന്നതുണ്ട്, ക്രിക്കറ്റ് ബാറ്റ് പോലെ ഇരിക്കുന്നതുണ്ട്. ഇതിനൊക്കെ പ്രത്യേകിച്ച് ഓരോ പേരുകളുണ്ട്. കാണാൻ നല്ല ഭംഗിയാ. പിന്നുണ്ടല്ലോ മുട്ട ഇങ്ങനെ എടുത്തിട്ട് നേർ പകുതിയായി രണ്ടാക്കി മുറിച്ചിട്ട് അതിന്റെ മുകളിൽ ചെറിയ ഉള്ളി, ചെറിയ മുളക്, ചെറിയ ഉപ്പ്, ചെറിയ എന്തൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നല്ല ഗ്ലാമറിൽ വെച്ചിരിക്കുക. കണ്ടാൽ
നോമ്പുള്ളവൻ വരെ എടുത്തു കഴിച്ചു പോകും. അത്രയ്ക്ക് ഭംഗിയാണ്. അപ്പോ അത്തീബ് മത്തേമൊക്കെ ആ ഭക്ഷണം ഭംഗിയാക്കാൻ പറഞ്ഞാൽ കറങ്ങുന്ന കോഴിയുടെ ഭംഗിയല്ല പറഞ്ഞത്, ഷവർമ്മയുടെ ഭംഗിയല്ല പറഞ്ഞത്, സാൻഡ്വിച്ചിന്റെ ഭംഗിയല്ല പറഞ്ഞത്, ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്ന ക്ലാസിന്റെ ഭംഗിയല്ല പറഞ്ഞത്. പിന്നെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? അത്തിബ് മത്തഅമക, നിന്റെ ഭക്ഷണം ഹലാലായതായാൽ കുൻ മുസ്തജാബദ്ദഅവ, നീ ദുആ സ്വീകരിക്കപ്പെടുന്നവനാകും. നിങ്ങളപ്പോ പറയൂ, ഉസ്താദേ ഞാൻ ചെറിയ പരിചയമായിട്ടൊക്കെ ബന്ധപ്പെട്ടു പോയി, അതുകൊണ്ട് ഇന്നത്തെ രാത്രി ഞാൻ തീരുമാനിക്കുന്നു 1 മാസം കൂടി ആ പരിചയമായി ബന്ധപ്പെട്ടിട്ട് മാറിക്കൊള്ളാം. അത് പാടില്ല. നാളെ മരണപ്പെട്ടു പോയാൽ അള്ളാന്റെ പള്ളിപ്പറമ്പലിന്റെയും നിങ്ങളുടെയും മയ്യത്ത് കൊണ്ടുവച്ചാൽ അഭിമാനത്തോടെ അള്ളാഹുവിന്റെ ബർസഖ ജീവിതത്തിൽ അഭിമാനത്തോടെ കിടന്നിറങ്ങണമെങ്കിൽ ഹറാമായ ഭക്ഷണം നമുക്ക് കിട്ടാൻ പാടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിനോട് ഭാര്യ ഒരു ദിവസം പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, എനിക്ക് അലുവ കഴിക്കണമെന്ന മോഹമുണ്ട്, നടത്തി തരുമെന്ന് ചോദിച്ചു. അലുവ അന്നത്തെ കാലത്ത് ഇന്നത്തെ നമ്മൾ അലുവയെ പോലെയുള്ള അലുവ കാണൂല. ഹലുവ എന്ന് പറഞ്ഞാൽ മധുരമുള്ളത് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ, മധുരമുള്ളത്. അപ്പൊ അന്നത്തെ അലുവ ഏതാണോ അത്. ഇനിയിപ്പോ നിങ്ങൾ ചോദിക്കും, ബുഖാരിയിലുണ്ടോ? അബൂബക്കറിന്റെ ഭാര്യ അലുവ ചോദിച്ചൊന്ന് ബുഖാരിയിലുണ്ടോ വാക്കവി എന്ന് ചോദിച്ചാൽ ബുഖാരിയിലില്ല. നിങ്ങൾ ഇനി അത് ചോദിച്ചോണ്ട് വരണം. എല്ലാവർക്കും ബുഖാരി ചോദിപ്പോൾ ഇച്ചിരി കൂടുതല, അങ്ങ് മാറിക്കോളും. കുറച്ച് കഴിയുമ്പോൾ കുറച്ചു പേർക്കൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോ അലുവ ചോദിച്ചു, വേണമെന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പെണ്ണേ അലുവ വാങ്ങിത്തരാൻ എന്റെ കയ്യിൽ കാശില്ല. ആരാ പറയുന്നത്? ആരംഭ റസൂലിന്റെ അരികത്തായുറങ്ങുന്ന അതിർപ്പൂ അബൂബക്കർ ഉമറന്നോരേ, സ്വർഗ ഇടം കണ്ട് കരൽ പോട്ടി തകർന്നോനാണേ. അള്ളാന്റെ റസൂലിന്റെ ചാരത്ത് കിടന്നിറങ്ങുന്ന ഇസ്ലാമിക ചരിത്രത്തിന്റെ രാജകുമാരനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാ, കാസർഗോഡ് ജില്ലയിലെ അദ്ദാദ് നഗറിൽ വന്ന പാവപ്പെട്ട പെങ്ങളെ, നിന്റെ ഭർത്താവിനോട് നീ എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞാൽ വാങ്ങിക്കൊണ്ട് തരാതിരിക്കുമോ? കറങ്ങണ കോഴി വേണമെന്ന് പറയുമ്പോ ഒരു കറക്കത്തിനകത്ത് വാങ്ങിക്കൊണ്ട് തരുന്ന മണവാളന്റെ പവർ മറന്നു പോകുന്ന പെണ്ണേ, എന്തിനേറെ മോഡൽ ആഭരണം വേണമെന്ന് പറയുമ്പോ, വസ്ത്രം വേണമെന്ന് പറയുമ്പോ, സുഖം വേണമെന്ന് പറയുമ്പോ, സന്തോഷം വേണമെന്ന് പറയുമ്പോ അത് മുഴുവനും നിനക്ക് വാങ്ങിക്കൊണ്ട് തരുന്ന ഭർത്താവിന്റെ പവർ അറിയാത്ത പെങ്ങളെ, അതിനുള്ള എല്ലാ സാമ്പത്തിക ശേഷി അല്ലാഹു തന്നനുഗ്രഹിച്ചിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന പെണ്ണെ, നിനക്ക് അലുവ വാങ്ങിത്തരാനുള്ള കാശന്റെ കൈവശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭാര്യയോട് ചോദിക്കുകയാ, ദുനിയാവിലെ അലുവ വേണമോ ആഖിറത്തിന്റെ അലുവ വേണമോ? അത് മൗലിയാക്കന്മാരുടെ സ്ഥിരം ചോദ്യമാണ്. പെണ്ണ് സാരി വേണമെന്ന് പറയുമ്പോൾ ദുനിയാവിലെ സാരി വേണോ ആഖിറത്തിലെ സാരി വേണോ? പെണ്ണ് പേടിച്ചിട്ട് ആഖിറത്തിലെ മതി എന്ന് പറയുമ്പോൾ ശരി, അപ്പൊ അസ്സലാമു അലൈക്കും, ആ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാലോ. നിങ്ങൾക്കും അങ്ങനെ ചോദിക്കാം, ഈമാനുള്ള പെണ്ണ് ആഖിറത്തിലെ സാരി വേണമെന്ന് പറയുള്ളൂ. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയ്ക്ക് ഈമാനില്ല എന്ന് പറയാൻ പറ്റുമോ? ദുനിയാവിലെ അലുവ വേണോ ആഖിറത്തിലെ അലുവ വേണോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഭാര്യയ്ക്ക് മനസ്സിലായി ഈ സംഭവം. മൂപ്പരുത്തി പറഞ്ഞു, എനിക്ക് ദുനിയാവിലെ അലുവ മതി തൽക്കാലം, ആഖിറത്തിൽ ഞാൻ പിന്നെ പടച്ചോന്റെ വാങ്ങിച്ചോളാം. കുടുങ്ങി. കൊടുത്തല്ലേ പറ്റൂ. കാശില്ല എന്ന് പറഞ്ഞു. കാശില്ല എന്ന് പറയുമ്പോ പെട്ടിയും പ്രമാണം എടുത്തുകൊണ്ട് ആ ഭാര്യ വീട്ടിൽ പോവില്ല. ഈമാനും തഖ്വയും തന്റെ ഉള്ള പെണ്ണ. ഇന്നത്തെ പെണ്ണുങ്ങളെ പോലെ ഭർത്താവിന്റെ കാലിൽ കുരു വരുമ്പോ വാപ്പാക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് പെട്ടിയെടുത്തുണ്ടെങ്കിൽ വീട്ടിൽ പോവും. ആ സ്വഭാവമില്ല. ഭർത്താവ് നിനക്ക് ഈ ജീവിത കാലഘട്ടത്തിൽ മുഴുവനും നിന്റെ പ്രിയപ്പെട്ടവർ ചെയ്തു തരുന്നതിന് തിരിച്ചു നീ കൊടുക്കേണ്ടത് എപ്പോഴാ തിരിച്ചു കൊടുക്കേണ്ടത്? ഇപ്പോഴല്ല, എപ്പോഴാ? ആദ്യം അസുഖം വരുന്നതും തളരുന്നതും ഭർത്താവാണ്, ഭാര്യമാരല്ല. ഭർത്താക്കന്മാരാണ്. പെട്ടെന്ന് ജോലിയൊക്കെ ചെയ്ത് അസുഖം വന്ന് തളർന്ന് കിടക്കുമ്പോ
അപ്പോഴാണ് പെണ്ണെ നിന്റെ വിലയറിയുന്നത്. 20 വയസ്സു മുതൽ നിന്നെ ഓമനിച്ച് വളർത്തിയ, 20 വയസ്സു മുതൽ നിന്റെ വികാരവും നിന്റെ വിചാരവും പൂർത്തീകരിക്കാൻ നിന്റെ കൂടെ നിഴലുപോലെ നിന്ന ഭർത്താവിന് വേണ്ടി നീ സഹായം തിരിച്ചു ചെയ്യേണ്ടത് ആ ഭർത്താവ് ഒരുപാട് രോഗിയായി കിടക്കുന്ന സമയത്താണ്. അതുകൊണ്ടാണ് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കിട്ടിയ ഭാഗ്യം കണ്ടോ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കി തരട്ടെ. സുഖത്തിന് വേണ്ടി കൊണ്ടു നടക്കാൻ വേണ്ടി എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഒരു ഭാര്യ? കൂട്ടുകാരനെ കാണിക്കാൻ വേണ്ടി എന്തിനാണ് ഒരു ഭാര്യ? ഒരിക്കലും നമ്മൾ ഭാര്യയെ മറന്നുകൊണ്ട് നമ്മൾ മറ്റൊരു ചിന്തയിലേക്ക് കടന്നു പോകരുത്. എത്രയോ പേര് അറിയപ്പെട്ട ഉസ്താദുമാരെ കുറിച്ച് പോലും അപവാദങ്ങൾ പറഞ്ഞു പരത്തുന്നുണ്ട്. അള്ളാഹുവിനെ സാക്ഷിയാക്കിയിട്ട് മഹർ കൊടുത്തുകൊണ്ട് നിക്കാഹ് ചെയ്ത പ്രിയപ്പെട്ട ഭാര്യയെ വഞ്ചിച്ചു പോകുമെന്ന് പറയാൻ, ഒരാലിമിനെ കുറിച്ച് പറയാൻ എങ്ങനെയാണ്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മുടെ മനസ്സത്രത്തോളം ചീഞ്ഞളിഞ്ഞു പോയോ? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരിക്കലും അങ്ങനെ പറയരുത്, അതൊക്കെ അപകടമാണ്. അവർക്കൊക്കെ നാശം അവരുടെ ജീവിതത്തിലൂടെ അള്ളാഹു തിരിച്ചു കൊടുക്കുന്നതാ. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ എല്ലാവരും കളഞ്ഞിട്ട് പോയി. ശരീരം ദുർഗന്ധം വമിക്കാൻ കഴിയാറ് പൊട്ടിനാറിയപ്പോ എല്ലാവരും കളഞ്ഞിട്ട് പോയി. സ്വത്തുക്കളൊക്കെ പോയി, കുടുംബമൊക്കെ പോയി. അവസാനമതാ ആ ശരീരത്തിൽ നിന്ന് ചീഞ്ചലം ആ ശരീരത്തെ വെള്ളം ചൂടാക്കിയിട്ട് ശരീരത്ത് വെച്ചു കൊടുക്കുന്ന, ശരീരം തടവിക്കൊടുക്കുന്ന, ആ ശരീരത്തിന് പോലും അറപ്പുകൂടാതെ കവിളത്ത് മുത്തം കൊടുക്കുന്ന ഒരു ഭാര്യ, ആ ഭാര്യയായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ. കാസർഗോഡ് ജില്ലയിൽ വന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ ഭാര്യമാര്, അല്ലാഹുവേ നീ അങ്ങനെയാക്കണേ തമ്പുരാനെ. അപ്പോഴാണ് ആവശ്യമുള്ളത്, ആ സമയത്താണ് ആവശ്യമുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അലിവ കൊടുക്കൂലെന്ന് പറയുമ്പോ പെട്ടിയും പ്രമാണവും എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന സ്വഭാവക്കാരി ആയിരുന്നില്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ. ക്ഷമയോടുകൂടി കാത്തിരുന്നു. 2 മാസം കഴിഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം വീട്ടിൽ വന്നപ്പോ മുമ്പിൽ ഒരു പാത്രത്തിൽ അലുവ കൊണ്ട് വെച്ചു കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇത് എവിടുന്നാ? അത് ചോദിക്കണ്ടേ? എവിടെന്നാണ് ചോദിക്കണ്ടേ? ഭാര്യ തരണത് മുഴുവനും വാരി കയറ്റിയിട്ടാണ് ഹറാമൊക്കെ ചെയ്യാൻ തോന്നുന്നത്. ചോദിക്കണം എവിടുന്നാ? അപ്പുറത്തെ വീട്ടിലെ കോഴിയെ പിടിച്ച് കതവിന്റെ ഇടയിൽ വെച്ച് പൊരിച്ചിഞ്ഞ് തരും. ഭർത്താവ് പറയും, ഓ പെമ്പറന്നൂത്തി എന്ന് പറഞ്ഞ എന്തെന്ന് അറിയില്ല ഉസ്താദ്, ഇപ്പൊ സ്നേഹം കൂടി വരിക. സുബൈദാടെ കോഴി കുറഞ്ഞു വരിക. അങ്ങനെ കൂടിയിട്ട് കാര്യമില്ല. അങ്ങനെ കൂടിയിട്ട് എന്താ? അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാ, ചോദിക്കണം ഇത് എവിടെ നിന്നാ? മക്കള് സ്കൂളിൽ പോയിട്ട് വന്നപ്പോ ഒരു ഐസ്ക്രീം കുടിച്ചുകൊണ്ട് വരുന്നു, മോനെ ഇത് എവിടുന്നാ? ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്, സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരാനുള്ള വണ്ടിക്കൂലി വാപ്പ കൊടുത്തേക്കും. എന്നാലും ആ വണ്ടിക്കൂലിക്ക് കാമുകിക്ക് മിസ് കോൾ അടിക്കാൻ വേണ്ടി റീചാർജ് കൂപ്പൺ വാങ്ങിച്ചു കൊടുത്തിട്ട് വഴിയിൽ നിന്നിട്ട് വണ്ടി പോണവരൊക്കെ കൈ കാണിച്ചിട്ട് ലിഫ്റ്റ് തരുമോ? ഇത് ആട്ടിയുടെ കുറവാ. ഒരു വാപ്പായും വണ്ടിക്കൂലിക്ക് കാശ് കൊടുക്കാതെ മക്കളെ പഠിക്കാൻ വിടൂല. ഇതൊക്കെ കൊണ്ടുപോയി കാമുകിയാർക്ക് ചാർജ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് റോട്ടി ഇറങ്ങി നിന്നിട്ട് വണ്ടി പോകുമ്പോ അങ്ങനെ കാണിക്കലുണ്ട്. ഗിഫ്റ്റ് ചോദിക്കണം എങ്ങനെയാണോ? എനിക്കറിയില്ല എങ്ങനെയാണെന്ന് തോന്നുന്നു എന്റെ ചോദ്യം. അപ്പോ എവിടെന്നാന്ന് ചോദിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയോട് ചോദിച്ചത് എവിടെന്നാ? മഹദി പറഞ്ഞു, അബൂബക്കറേ, അങ്ങ് ഓരോ ദിവസവും എനിക്ക് ചിലവിന് തന്നുകൊണ്ടിരുന്ന കാശുണ്ടല്ലോ, ആ കാശ് ഇന്നത്തെ പെണ്ണുങ്ങൾ ചിലവ് കാശ് എന്ന് മനോരമ ആഴ്ച പതിവ് വാങ്ങാൻ വേണ്ടി മാറ്റി വെക്കണ പോലെ അലുവയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. ചിലവിന് കുറച്ച് കാശ് എടുത്തിട്ട് ബാക്കിയുള്ള കാശ് മാറ്റിവെച്ചു. മാറ്റിവെച്ച് അത് കൂട്ടിവെച്ചിട്ട് ഞാൻ അലുവ വാങ്ങിയതാണെന്ന് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ണീരോടെ പറയുന്നു, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ അല്ലാഹ്. എന്റെ ഭാര്യക്ക് ഞാൻ ഇന്നലെ വരെ ചിലവിന് കൊടുത്തത് കൂടിപ്പോയി തമ്പുരാനെ. അതുകൊണ്ടല്ലേ അവൾ അലുവയ്ക്ക് വേണ്ടി കാശ് മാറ്റിയത്. അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ അത്രയും കാശ് കൊടുക്കൂല അല്ലാഹ്. കൂടുതൽ ചിലവിന് കൊടുത്താൽ
അതുപോലും അള്ള ചോദ്യം ചെയ്യുമെന്ന് പഠിപ്പിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അണികളാണ് ഞാനും നിങ്ങളും. അല്ലാഹു തആല എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നി. വെറുതെ ഒരു പരിപാടി വെക്കലായിരുന്നു ആദ്യത്തെ ഇവരുടെ ഉദ്ദേശം. പക്ഷെ ഇപ്പോൾ ആലോചിച്ച് തീരുമാനിച്ച് 7 പെൺമക്കൾക്കൊരു സഹായം. എത്ര പറഞ്ഞാലാണ് മതി വരിക. അള്ളാഹു പടച്ചതമ്പുര മണവറയിലിട്ട് ഒരു ഭർത്താവിന്റെ കഫൻ ഞാൻ പൊതിഞ്ഞിട്ടുണ്ട്, മണവറയ്ക്കകത്തിട്ട്. കഥ നിങ്ങളോട് ഞാൻ പറയുന്നുണ്ട്. അള്ളാഹു താല നമ്മുടെ മക്കളെ ആരുടെയും മുന്നിൽ പോയി കൈനീട്ടാതെ, മക്കൾക്ക് വേണ്ടി ആരുടെയും മുന്നിൽ പോയി കൈനീട്ടാതെ ജീവിക്കാനുള്ള സാമ്പത്തികം അള്ളാഹു നമുക്ക് തരട്ടെ. അതിനുവേണ്ടി നെയ്യത്ത് ചെയ്തുകൊണ്ട് ഇന്നത്തെ ബക്കറ്റ് കളക്ഷൻ 1-2 രൂപയൊന്നും പോരാ, കാര്യമായി തുക ഇടണം. എൻ്റെ കയ്യിലുള്ള ഒരു തുക എൻ്റെ അരുമ മക്കൾക്ക്, അവർക്ക് വേണ്ടി വേറൊരാളുടെ മുന്നേ പോയി എൻ്റെ സുഖമില്ലാതെ കിടക്കാൻ, എൻ്റെ മക്കൾ പട്ടിണിയാൻ എന്ന് പറഞ്ഞ് കൈനീട്ടുന്ന ഗതികേട് വരല്ലേ അല്ലാ എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് ഞാൻ സ്വതക്ക ചെയ്യുന്ന പോലെ അവരവരുടെ മക്കൾക്ക് വേണ്ടി, കുടുംബജീവിതത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി, ബറക്കത്തിന് വേണ്ടി നിയ്യത്ത് ചെയ്ത് നിങ്ങളും സ്വതക്ക ചെയ്യുക. ചെറുതാവണ്ട, തീരെ ചെറുതാവണ്ട. അള്ളാഹു അല്ലേ തരുന്നത്, പണം തരുന്നത് അള്ളാഹുവാ. അള്ളാഹ് ഉദ്ദേശിക്കുമ്പോൾ തിരിച്ചെടുക്കും. ഒരു പൊന്നുമോനും കൊടുക്കാതിരിക്കാൻ പറ്റൂല. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അല്ലാഹുവേ, കരുണക്കടലായ രാജസയ്യിദായ പടച്ചവനെ, 7 പാവപ്പെട്ട മക്കളുടെ കല്യാണത്തിന് വേണ്ടി ഈ ബക്കറ്റ് മുമ്പിലൂടെ കൊണ്ടുപോകുമ്പോ 100, 500, 1000 രൂപയായി മുഖം നോക്കാതെ ആരെല്ലാം സ്വതക്ക ചെയ്യുന്നുവോ അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ, അവരെ അനുഗ്രഹിക്കണേ അല്ലാ. അവിടെ സമ്പത്ത് അധികരിപ്പിക്കണേ അല്ലാ, അവിടെ വിഷമങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാ. പടച്ചവനെ, അവരുടെ മക്കൾക്ക് വേണ്ടി ഒരിക്കലും മറ്റൊരാളുടെ മുന്നിൽ പോയി കൈനീട്ടുന്ന ഒരവസ്ഥ നീ കൊടുക്കല്ല റഹ്മാനെ. എല്ലാവിധ സാമ്പത്തിക പ്രയാസത്തിൽ നിന്ന് അവരെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ. അപ്പൊ അതിന് പോലും അള്ളാഹുവിന്റെ അടുത്ത് ചോദ്യമുണ്ട് എന്ന് മനസ്സിലാക്കി സാമ്പത്തിക വിഷയത്തിൽ സൂക്ഷ്മത പാലിച്ചു പോയെങ്കിൽ, ബഹുമാനമുള്ളവരെ, ഒരിക്കൽ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാന്റെ റസൂലിന്റെ അടുത്ത് ഞങ്ങൾ ഇരിക്കുമ്പോ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരം വമാ ബിഹാ അറഖുല്ലാ വലാ അഹ്സനു ലിമ്മത്തൻ മിൻകാ. ആ മിസ്അബിന്റെ ശരീരം കണ്ട് പ്രവാചകൻ പറയുകയാ, മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ തുന്നിച്ചേർത്തിരിക്കപ്പെടുന്ന വസ്ത്രം കണ്ടപ്പോ, മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തില് കണ്ടം വെച്ച തുണി കൊണ്ട് കോട്ട് വെച്ചിട്ടുകൊണ്ട് വരുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മിസ്അബേ, നിന്നെ പോലെ വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചിരുന്നവര് മക്കയിൽ ഉണ്ടായിരുന്നില്ല മിസ്അബേ. നിന്നെ പോലെ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ, നിന്നെ പോലെ വിലപിടിപ്പുള്ള സുഗന്ധം പൂശിയിരുന്നവര് ഈ മക്കയിലില്ലായിരുന്നു മിസ്അബേ. എന്നിട്ട് നിനക്കിപ്പോൾ ഈ അവസ്ഥ വന്നു പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാന്റെ ഹബീബിന്റെ കണ്ണ് നിറഞ്ഞൊഴുകി പോരെങ്കിൽ അവരൊക്കെ അള്ളാന്റെ പരലോകത്തിന് വേണ്ടി ജീവിച്ചവരാ, അവരൊക്കെ ആഖിറത്തിന് വേണ്ടി കറ്റപ്പെട്ടവരാ. എന്റെ പ്രിയപ്പെട്ട ഹദ്ദാദകൾ ഒരുമിച്ച് കൂടിയാ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് കണ്ണുനീരോടുകൂടി ഒരു സംഭവം ഞാൻ പറയുകയാ. 7 പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്ന, ചോദിക്കാതെ തന്നെ സ്വർണം കൊടുത്തേക്കുന്ന, ആവേശത്തോടെ അടുത്ത വർഷം ഒരു പെൺകുട്ടിയെ, അടുത്ത പെൺകുട്ടിയെ ഞാൻ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊള്ളാമെന്ന് ആവേശത്തോടെ വാക്ക് പറയുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, എന്റെ നാടിന്റെ അടുത്ത് കിളിമാനൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തൊരു വിവാഹം കഴിഞ്ഞ മണവറ. ആ മണിയറയുടെ കളർ കടലാസുകൾ മാറ്റിയിട്ടില്ല.
മാറ്റിയിട്ടില്ല, പൂക്കൾ മാറ്റിയിട്ടില്ല, മണിയറയുടെ മനോഹാരിത നഷ്ടം വന്നിട്ടില്ല. അവിടെയാണ് ഒരു മരണം നടന്നത്. ഈ വിനീതനാണ് പൊതിയാൻ വേണ്ടി പോയത്. ആ മയ്യത്ത് പൊതിയാൻ ആ വീട്ടിന്റെ അകത്തേക്ക് കടന്നു ചെന്നപ്പോ മണവറയുടെ കട്ടിലാണ് പ്രിയപ്പെട്ടവരെ പൊതിയാൻ വേണ്ടി മയ്യത്തിനെ കിടത്തിയിരുന്നത്. അത്ഭുതം തോന്നിപ്പോ എനിക്ക്. കല്യാണം കഴിഞ്ഞിട്ട് 3 മാസം മാത്രമാണ് ഭർത്താവിന്റെ ശരീരം പൊരിഞ്ഞെടുത്തു കൊണ്ടുവരുമ്പോ പ്രിയപ്പെട്ട ഭാര്യ അവസാനമായൊരു നോക്കുന്ന കാണണമെന്ന് പറഞ്ഞ് മുടിയെല്ലാം വാരിപ്പിരുന്ന് കിടക്കുകയാണ്. ആർക്കും ഒന്നും പറയാൻ കഴിയുന്നില്ല. പാവപ്പെട്ട പൊന്നുമോള് എന്റെ പ്രിയപ്പെട്ട ഇക്ക എന്ന് വിളിച്ചുകൊണ്ട് മയ്യത്തിന്റെ അടുത്തേക്ക് വന്ന് തല ചുവലിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. മയ്യത്ത് കൊണ്ടുവരുമ്പോ 2-3 ഉപ്പമാരെന്നോട് പറഞ്ഞതാ, ശ്രദ്ധയോടെ കേൾക്കണേ, വളർന്നു വരുന്ന ചെറുപ്പക്കാരാ, അല്ലാഹു തരുന്ന പണത്തിന്റെ പവർ കൊണ്ട് എല്ലാം മറന്നുകൊണ്ട് ആനന്ദിക്കുന്ന, ആഹ്ലാദിക്കുന്ന, സുഖിക്കുന്ന, രസിക്കുന്ന യുവത്വമേ, ശ്രദ്ധയോടുകൂടി കേട്ടോ. 2-3 ഉപ്പമാര് പറയുകയാണ്, ഉസ്താദേ ഇവനതിന്റെ ആവശ്യമുണ്ടായിരുന്നോ? ഞാൻ ചോദിച്ചു, മരണമല്ലേ, അതല്ല കൊടുക്കുന്നതല്ലേ, അവൻ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, ഉസ്താദേ 3 വർഷത്തിൽ കൂടുതൽ ഇവൻ ജീവിച്ചിരിക്കൂല എന്ന് തിരുവനന്തപുരം RCCയിലെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്തതാ. പിന്നെ എന്തിനാണ് അവൻ കല്യാണം കഴിക്കാൻ പോയത് ഉസ്താദേ? പിന്നെ എന്തിനാണ് നിക്കാഹിന് വേണ്ടി ഒരുങ്ങിയത്? കാര്യം അന്വേഷിച്ചപ്പോൾ ആ യുവാവിന്റെ പിതാവ് പറഞ്ഞത്, ഉസ്താദേ എന്റെ പൊന്നുമോനോട് നമ്മളൊക്കെ പറഞ്ഞതാ വേണ്ട, കല്യാണം കഴിക്കണ്ടടാന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞുപ്പാ, ഏതെങ്കിലും ഒരു പാവപ്പെട്ട യതീം കുട്ടിയെ കല്യാണം കഴിക്കാ. ആ പെൺകുട്ടിയുടെ കണ്ണീരുള്ള പ്രാർത്ഥന കേട്ടുകൊണ്ട് അള്ളാഹു എനിക്ക് ആഫിയത്ത് തന്നാൽ, അള്ളാഹു എന്റെ രോഗം മാറ്റി തന്നാൽ ഞാൻ രക്ഷപ്പെടുമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഇറങ്ങിത്തിരിച്ചത്. ഞാൻ ആ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചുപോയ ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെന്നു. ഭാര്യയെ ഇറങ്ങി വന്ന് വെളിയിലേക്ക് ആ പെണ്ണിനോട് ചോദിച്ചു, സുന്ദരിയായ പെൺകുട്ടിയാണ്, പാവപ്പെട്ട 16-17 വയസ്സിനകത്ത് പ്രായമുള്ള പെണ്ണാണ്. ആ പെണ്ണിനോട് ഞാൻ ചോദിച്ചു, മരിക്കുമെന്ന് ഉറപ്പുള്ള ഭർത്താവിന് വേണ്ടി എന്തിനാണ് നിക്കാഹിന് സമ്മതിച്ചതെന്ന് ചോദിച്ചപ്പോ ആ പെണ്ണ് പറഞ്ഞ കണ്ണീരിന്റെ കരയുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവര്, ഈ പാവപ്പെട്ട നൗഷാറുവാക്കവിടെ കൽബിനെ തകർത്ത് കളഞ്ഞതാ. ഹദ്ദാദ് നഗറില് 7 മക്കൾക്ക് വേണ്ടി സ്വർണം കൊടുത്തവരെ നിങ്ങൾ ഭാഗ്യവതികളാ. ഹദ്ദാദ് നഗറില് 7 മക്കൾക്ക് വേണ്ടി 6000 കൊടുത്തവരെ, 5000 കൊടുത്തവരെ, 10000 കൊടുക്കുന്നവരെ, നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാ. ആ പെണ്ണ് പറയുന്നു, ഉസ്താദേ എന്റെ വാപ്പ മരിക്കുമ്പോ ഞങ്ങള് 4 മക്കളാണ്, 4 പെമ്മക്കളാണ് ഉമ്മാക്കുള്ളത്. വാപ്പ മരിക്കുമ്പോ ഞങ്ങള് 4 പെമ്മക്കള് യതീമീങ്ങളായ, വാപ്പ ഇല്ലാത്ത 4 മക്കളാണ് ഉമ്മാരെ മടിത്തട്ടിലുള്ളത്. അവസാന ഉമ്മയാണ് ഞങ്ങളെ 4 പേരെയും വളർത്തിയത്. ബന്ധുക്കള് സഹായത്തിനില്ല, കുടുംബക്കാര് സഹായത്തിനില്ല. എന്റെ ഉമ്മ വേറെ ഒരു വിവാഹം പോലും കഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാറ് 4 പെമ്മക്കളല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് കണ്ണീരോടെ ജീവിച്ചു. എല്ലാ വെള്ളിയാഴ്ചയാകുമ്പോഴും എന്റെ ഉമ്മ വീട്ടിൽ നിന്ന് ഒരുങ്ങിയിട്ട് പോകലുണ്ട്. എവിടേക്കാണ് പോകുന്നതെന്നറിയോ? ഓരോ ജുമാ നടക്കുന്ന പള്ളിയുടെ മുറ്റത്ത് പോയിട്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഷാള് വിരിച്ചിട്ട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മ കർച്ചീപ്പ് വിരിച്ചിട്ട്, 4 പെമ്മക്കളാണ്, അവരെ ചികിത്സിക്കണം, അവരെ പഠിപ്പിക്കണം, അവരെ നിക്കാഹ് കഴിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പൈസ പിരിക്കുമായിരുന്നു. ഓരോ വെള്ളിയാഴ്ചയും ഞങ്ങൾ 4 പേരും കൂടി പൈസ എണ്ണി നോക്കാറുണ്ട്. ചില ദിവസം 850 രൂപ കാണും, ചില ദിവസം 1000 രൂപ കാണും, ചില ദിവസം 350 രൂപ കാണും. അങ്ങനെ പൈസ എണ്ണി 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 എന്റെ പ്രിയപ്പെട്ട ഉമ്മ 1ാമത്തെ മോളെ കെട്ടിച്ചു. 3 പെമ്മക്കളുടെയും കല്യാണം. എന്റെ ഉമ്മ ഓരോ പള്ളിയിൽ പോയി ഓരോ സംഘടനയ്ക്ക് അപേക്ഷ കൊടുത്തു. ഓരോ നേതാക്കന്മാരുടെ വീട്ടുവളപ്പിൽ പോയിട്ട് അവര് കൊടുക്കുന്ന കാശ് കൊണ്ട് വന്നാണ് നടത്തിയത്. എന്റെ വിവാഹപ്രായമായപ്പോ എന്റെ ഉമ്മാക്ക് ഷുഗർ ബാധിച്ചുകൊണ്ട് ഉമ്മാടെ വലത്തേക്കാല് പഴുത്തറച്ചിട്ട് എന്റെ ഉമ്മാടെ കാല് തുടയുടെ ഭാഗം വെച്ച് മുറിച്ചു കളഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞു, ഉമ്മ ഇനി ഇറങ്ങി നടക്കാൻ പാടില്ല,
1.5 കാലം കൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോ എന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, പെണ്ണേ നീ ഭാഗ്യം കെട്ടവളാ, നിന്നെ പ്രസവിച്ചപ്പോഴാണ് നിന്റെ വാപ്പ മരിച്ചുപോയത്. നിന്റെ വിവാഹത്തിന്റെ സമയമായപ്പോ എന്റെ കാല് കൂടി പോയല്ലോ, ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഓരോ ദിവസവും പൊട്ടിക്കരയുമായിരുന്നു. ഉസ്താദേ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ ഒരു കൂട്ടുകാരി വന്നിട്ട് പറഞ്ഞത്, പെങ്ങളെ നിനക്കൊരാലോചന വന്നിട്ടുണ്ട്, സ്ത്രീധനം കൊടുക്കണ്ട, 1 രൂപ പോലും കൊടുക്കണ്ട, 1 നാണയത്തൊട്ട് പോലും നിനക്ക് ചിലവില്ല, നിന്റെ ഉമ്മാക്കൊരു കാശ് പോലും ചിലവ് വരൂല. എനിക്ക് വളരെ സന്തോഷമായി. തുള്ളിച്ചാടി കുളിച്ചൊരുങ്ങിയിട്ട് ഞാൻ ഒരുങ്ങിയിരുന്നു. എന്നെ കാണാമെന്ന മണവാൾ എന്നോട് രഹസ്യമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ എന്നെ മാറ്റി വിളിച്ചുകൊണ്ട് പറഞ്ഞു, പെണ്ണേ 3 വർഷത്തിൽ കൂടുതൽ ഞാൻ ജീവിച്ചിരിക്കൂല എന്ന് തിരുവനന്തപുരം RCCയിലെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. 3 വർഷത്തിൽ കൂടുതൽ ഞാൻ ജീവിച്ചിരിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിന് സമ്മതമാണെങ്കിൽ മാത്രമേ നീ നിക്കാഹിന് സമ്മതിക്കാവൂ എന്ന് പറഞ്ഞപ്പോ എൻ്റെ ഉമ്മാട് കണ്ണീര് സഹിക്കാനാകാറ്. എൻ്റെ ജീവിതത്തിന്റെ സുഖം ഞാൻ മറന്നുപോയി, എൻ്റെ ജീവിതത്തിന്റെ സങ്കടം ഞാൻ മറന്നുപോയി, എൻ്റെ ജീവിതത്തിന്റെ ആഹ്ലാദം ഞാൻ മറന്നുപോയി. വാപ്പയില്ലാത്തവളായി പോയില്ലേ, അനാഥ പെൺകുട്ടിയായി പോയില്ലേ, അതുകൊണ്ട് ഞാനിനി എൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് സമാധാനിച്ചിട്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവനോട് പറഞ്ഞത്, ആരോടും പറയല്ല, എൻ്റെ ഉമ്മയോടും എൻ്റെ ബന്ധുക്കളോടും ആരോടും പറയരുത്, എൻ്റെ ഉമ്മയറിഞ്ഞാൽ വിവാഹത്തിന് സമ്മതിക്കൂല എന്ന് പറഞ്ഞുകൊണ്ടാണ് നിക്കാഹിന് ഞാൻ സമ്മതിച്ചത്. എന്നിട്ട് ഞാനെന്നും ദുആ ചെയ്യുമായിരുന്നു, റബ്ബേ 3 വർഷം പോയിട്ട് 3 മാസം പോലും എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ മണിയറ പങ്കിടാനുള്ള ഭാഗ്യം അല്ലാഹു തന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയ തിരുവനന്തപുരം ജില്ലയുടെ അനാഥ പെൺകുട്ടിയെ പോലെ ഒരു പെൺകുട്ടി പോലെ കാസർഗോഡ് ജില്ലയിൽ ഉണ്ടാവാൻ പാടില്ല. എത്ര പാവപ്പെട്ടവർ കരഞ്ഞോ, ആ കണ്ണീരൊപ്പാ ഞങ്ങളുണ്ടെന്ന് പറയാ. പണമില്ലാതെ മരിക്കുന്നെങ്കിൽ അങ്ങ് പോട്ടടോ, പവറില്ലാതെ മരിക്കുന്നെങ്കിൽ അങ്ങ് പോട്ടടാ. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി പണം മാറ്റി വെച്ചതിന്റെ പേരിൽ അല്ലാഹു കട്ടപ്പാട് തരുന്നെങ്കിൽ 2 കൈയും നീട്ടി സ്വീകരിച്ചോ. ആ കട്ടപ്പാട് നമുക്ക് വേണമടാ. അഭിമാനത്തോടെ പറഞ്ഞു. ആയിരക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടിയ ഈ സരസ്വര സാക്ഷി നിർത്തിയിട്ട് ചോദിക്കുകയാ, 7 പെൺമക്കളുടെ വിവാഹ ആവശ്യത്തിന് വേണ്ടി 10,001 രൂപ ആരും ആലോചിക്കാറ്, മുഖത്ത് നോക്കാറ്, അല്ലാഹുവിനെ സാക്ഷി നിർത്തി പൊന്നോമന നിന്റെ മക്കളെ മാത്രം മനസ്സിൽ കണ്ടിട്ട് ആവേശത്തോടെ ചാടി എഴുന്നേറ്റ് ആദ്യം പറയാ മനസ്സ് കാണിക്കുന്നവരാരാ? പാവപ്പെട്ട നൗസാദ് വാക്കവിക്ക് അല്ലാഹു ആഫിയത്ത് തന്നിരിക്കുന്നിടത്തോളം കാലം മരിക്കുന്നത് വരെ അവർക്ക് വേണ്ടി ദുആ ചെയ്യും, മറക്കൂല. ആരാണ് ആദ്യമായി ഈ നിറഞ്ഞു കവിഞ്ഞ മജ്‌ലിസിൽ എഴുന്നേൽക്കുന്നതാരാ? 10,001 രൂപയ്ക്ക് പകരം ഞാൻ കൊടുത്തുകൊള്ളാമെന്ന് എന്റെ പ്രിയ സുഹൃത്ത് എ ബി കലാം, അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. എന്റെ തങ്ങൾ KPS തങ്ങൾ AB അബ്ദുൽ കലാം, അള്ളാഹു താല 2 പേരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ വലിയ തുക പറയുമ്പോൾ ആർക്ക് സങ്കടം തോന്നരുത്. 100, 200, 500, 1000 രൂപ കൊടുക്കുന്നതും പുണ്യമാണ്. പക്ഷെ ഇതിന് ഞാൻ ചോദിച്ചത് മറുപടി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പറയും. അള്ളാഹു കഴിവ് തന്നവർ പറയും, അള്ളാഹു സ്വത്ത് തന്നവർ പറയും, അള്ളാഹു തന്നവർ പറഞ്ഞാൽ മതി, ഇല്ലാത്തവർ പറയണ്ട. വെല്ലുവിളിയല്ല. അള്ളാഹു താല ഈ 2 സഹോദരങ്ങൾ അനുഗ്രഹിക്കും. സലീം അബ്ദുൽ ഖാദർ 10,000 രൂപ. കുലൂ തക്ബീർ 3 പേർക്ക് ദുആ ചെയ്തിട്ട് ഞാൻ ചോദിക്കും, സന്തോഷത്തോടുകൂടി പറയും. സ്ത്രീകൾ അതിന് പകരം, സ്ത്രീകൾക്ക് 10,000 രൂപയ്ക്ക് പകരം ഒരു സ്വർണത്തിന്റെ മുത്താണെങ്കിലും മതി, ഊരി വലിച്ചെറിഞ്ഞു കൊടുക്കും. പെങ്ങളെ ആർക്ക് വേണ്ടിയാ? ആരാ കൊണ്ടുപോയിട്ടുള്ളത്? ആരാണ് ഖബറിന്റെ അകത്ത് ആഭരണം അണിഞ്ഞു പോയിട്ടുള്ളത്? ആർക്കാണ് അതൊക്കെ ഉപയോഗത്തിൽ വന്നിട്ടുള്ളത്? പാവപ്പെട്ട മക്കളുടെ വിവാഹത്തിന് അവർ കണ്ണീരോടുകൂടി ഉസ്താദുമാർ ദുആ ചെയ്തവർ ആമീൻ പറയുമ്പോൾ ആ ദുആ അള്ളാന്റെ അടുത്ത് നിന്ന് കിട്ടാൻ എൻ്റെ പ്രിയപ്പെട്ട ഹദ്ദാദ് നഗറിലെ സഹോദരിമാർ ഒരു ഉമ്മപെറ്റ മക്കളെ പോലെ അള്ളാഹു തന്ന സ്വത്തല്ലേ വാരി കൊടുക്ക പടച്ചോന്റെ ദീനിന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. AB അബ്ദുൽ കലാം എന്ന് പറയുന്ന സഹോദരൻ, പിന്നെ നമ്മുടെ തങ്ങള്, അതുപോലെ സലീം അബ്ദുൽ ഖാദർ എന്ന സഹോദരൻ, PM അബ്ബാസ്
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, കരുണക്കടലായ രാജസയ്യിദായ പടച്ചവനെ, ഇത്രയും ജനങ്ങളിൽ എല്ലാവരെയും നീ മോശക്കാരാക്കൂലെന്ന് ഞങ്ങൾക്കറിയാം. ഇതിൽ മുത്തഅല്ലിമീങ്ങളുണ്ട്, ഉസ്താദുമാരുണ്ട്, സയ്യിദന്മാരുണ്ട്, തങ്ങന്മാരുണ്ട്, തഹജ്ജുദ് പോലും മുടക്കാത്തവരുണ്ട്. റബ്ബേ, അതുകൊണ്ട് അവരിൽ ഒരാളുടെ ആമീനെ പരിഗണിച്ചുകൊണ്ട് കലാമെന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, അതുപോലെ പ്രിയപ്പെട്ട സുഹൃത്തായ തങ്ങള്, അതുപോലെ സലീം അബ്ദുൽ ഖാദർ എന്ന സഹോദരൻ, അല്ലാഹുവേ അബ്ബാസ് എന്ന മറ്റൊരു സഹോദരൻ, ഇവരഞ്ചു പേരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാന്. അവിടെ ജീവിതം നീ രക്ഷപ്പെടുത്തി കൊടുക്കണേ അല്ലാ. പാവപ്പെട്ട അനാഥ മക്കൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞ, പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി പറഞ്ഞ ഈ സ്വരക്ക നീ സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ഒരിക്കലും മറ്റൊരാളുടെ മുന്നിൽ പോയിട്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടി കൈനീട്ടി യാചിക്കുന്ന അവസ്ഥ കൊടുക്കല്ലേ അല്ലാ. അവരെ കണ്ണീരിലാക്കല്ലല്ല, അവരെ കഷ്ടപ്പാടിലാക്കല്ലല്ല, അവരെ വിഷമിപ്പിക്കല്ല അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ ഈ തുക പറഞ്ഞവർക്ക് സാമ്പത്തിക ഭദ്രത കൊടുക്കണേ അല്ലാ. അല്ലാഹുവിടെ ആഖിറം നീ നന്നാക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി കൊടുക്കണ തമ്പുരാനെ. പടച്ചവനെ, കണ്ണീരോടുകൂടി ചെയ്യുന്ന ഈ ദുആഇന് നീ മറുപടി തരണേ അല്ലാ. നീ മറുപടി തരണേ അല്ലാ. നീ മറുപടി തരണേ അല്ലാ. അവർക്ക് ഒരുപാട് വിഷയങ്ങൾ പരിഹരിക്കാനുണ്ട് തമ്പുരാനെ, ഒരുപാട് ബാധ്യതകളുണ്ട് റഹ്മാനെ. അതെല്ലാം ഇതിന്റെ ബറക്കത്ത് കൊണ്ട് പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. അറഫാത്ത് എന്ന് പറഞ്ഞ നമ്മുടെ ഈ സുഹൃത്തിന്റെ ജ്യേഷ്ഠൻ ആസിഫ് അബ്ബാസ് അല്ലേ, അടുത്ത വർഷത്തെ 10 കുട്ടികളെ ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം നമുക്ക് നിക്കാഹ് ചെയ്യിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് 1 ലക്ഷം രൂപ അൽഹംദുലില്ലാഹ് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. കുലൂ തക്ബീർ. റഷീദ് ഐഡിയൽ, ബഹുമാനപ്പെട്ട മതപണ്ഡിതനായ അബ്ദുൽ നാസർ മദനി ഉസ്താദിന്റെ ജയിൽ മോചനത്തിനും ദീർഘായുസിനും വേണ്ടി ദുആ ചെയ്യാൻ 10,001 രൂപ. കുലൂ തക്ബീർ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, കരുണക്കടലായ പടച്ചവനെ, ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, മദനി ഉസ്താദിന് വേണ്ടി റഷീദ് എന്ന സഹോദരൻ 10,000 രൂപയാണ് സ്വതക്ക നൽകിയതല്ലാ. നീ സ്വീകരിക്കണേ റഹ്മാനെ. ബഹുമാനപ്പെട്ട മദനി ഉസ്താദിന് മോചനം കൊടുക്കണേ അല്ലാ. ആയുസ് കൊടുക്കണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. രോഗശാന്തി കൊടുക്കണേ തമ്പുരാനെ. എല്ലാ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അദ്ദേഹത്തിന്റെ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ വിശാലമായ മൈതാനിൽ ആ പണ്ഡിതന്റെ പേര് പറയാനുള്ള മനസ്സ് കാണിച്ച അബ്ദുൾ റഷീദ് എന്ന സഹോദരനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അടുത്ത 1 വർഷത്തെ വിവാഹ സഹായത്തിന് വേണ്ടി 1 ലക്ഷം രൂപ ഓഫർ ചെയ്ത ആ പ്രിയപ്പെട്ട ഹാരിസ് അബ്ബാസ് എന്ന സഹോദരനെ അനുഗ്രഹിക്കണേ അല്ലാ. ആ സഹോദരന്റെ ജീവിതം നീ വിജയിപ്പിക്കണേ അല്ലാ. അല്ലാഹു, ആ സഹോദരന്റെ ശാരീരിക മാനസിക സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. നൊമ്പരങ്ങളെ നീ നീക്കി കൊടുക്കണേ അല്ലാ. ജീവിതം ധന്യമാക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ റഹ്മാനേ. 1 ലക്ഷം പറഞ്ഞ ആരിസ് അബ്ബാസ് എന്ന സഹോദരന്റെ അനിയൻ ആഷിഫ് അബ്ബാസ്, അനീഫ് അബ്ബാസ്, ഹജ്ജിന് പോകുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യാനും പിന്നെ ഭാര്യയുടെ സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യാൻ 10,000 രൂപ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ, ദുആ നീ സ്വീകരിക്കല്ലാ. ഇത്രയും വിശാലമായ മൈതാനിയിൽ എൻ്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളാണ് കാസർഗോഡ് ജില്ലയിലെ കൂട്ടുകാരാമീം പറയുന്ന ഈ സരസിനെ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ആ സഹോദരന്റെ കുടുംബത്തിൽ നിന്ന് ഹജ്ജിന് പോകുന്നവർക്ക് എത്രയും പെട്ടെന്ന് ഇതിനുള്ള അവസരം നീ ഒരുക്കി കൊടുക്കണേ അല്ലാ. ഒരു തടസ്സവും നീ കൊടുക്കല്ലേ അല്ലാ. ഒരു നൊമ്പരവും നീ കൊടുക്കല്ലേ അല്ലാ. ഒരു പ്രയാസവും നീ കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവരെ, ആ സഹോദരന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ലാ. ആരോഗ്യമുള്ള കുഞ്ഞിനെ കൊടുക്കണേ അല്ലാ. എല്ലാ വിഷമങ്ങളും എല്ലാ നൊമ്പരങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ബുഷറ അമീർ മസ്താൻ 1 പവൻ സ്വർണ്ണാഭരണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹസീന അബ്ദുൽ നാസർ പൗവൽ, ഭർത്താവിന്റെ ഷുഗർ മാറിക്കിട്ടാൻ മക്കളെ ഇൽമ പഠിക്കാനും വേണ്ടി 5,000 രൂപ കൊടുക്കാമെന്ന്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ,
ബുശറാമീർ മസ്താൻ എന്ന 1 പവൻ സ്വർണം കൊടുക്കാമെന്ന് പറഞ്ഞ പെങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാന്. അല്ലാഹുവേ, അമീർ മസ്താൻ എന്ന ആ പ്രിയ കൂട്ടുകാരന്റെ വീട്ടിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ഐശ്വര്യം കൊടുക്കണ തമ്പുരാന്. എല്ലാവിധ സന്തോഷവും സമാധാനവും ആ സഹോദരൻ മക്കൾക്കും ബുശറ എന്ന ഭാര്യക്കും നീ കൊടുക്കണേ അല്ലാ. അസീന അബ്ദുൽ നാസർ എന്ന സഹോദരി ചെയ്ത സ്വതക്ക സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ ഭർത്താവിന്റെ രോഗം മാറ്റി കൊടുക്കണേ അല്ലാ. മക്കൾക്ക് ഇൽമിൽ വർധനവും ബറക്കത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ ആഖിബത്ത് നന്നാക്കണ റബ്ബേ. വേറെ സഹോദരൻ ആദ്യമേ സദസ്സിലേക്കൊരു പേര് പറയാത്ത ഒരു സഹോദരി ക്യാൻസർ രോഗം മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ കാൽപവന്റെ ഒരു സ്വർണ്ണാഭരണം പൊതിഞ്ഞുകൊണ്ട് തന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സ്വർണം ആഗ്രഹമുള്ളവർ, ആരെയും നിർബന്ധിക്കുന്നില്ല, ആഗ്രഹമുള്ളവർ സംഘാടകരുടെ കയ്യിൽ കൊടുത്തേക്കുക. സംഘാടകർ വേഗം ആ ലിസ്റ്റ് കൊണ്ടുവരിക. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ക്യാൻസർ രോഗം മാറുന്നതിന് മറ്റൊരു സ്വർണ്ണാഭരണം അല്ലാഹുവേ, ഈ 2 സ്വർണ്ണാഭരണവും നീ സ്വീകരിക്കണേ പടച്ചവനെ. അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ റഹ്മാനെ. എല്ലാ വിഷമങ്ങളും എല്ലാ നൊമ്പരങ്ങളും എല്ലാ സങ്കടങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. സ്വർണത്തിന്റെ ലിസ്റ്റ് സംഘാടകർ ആരെങ്കിലും സ്ത്രീകളുടെ ഭാഗത്ത് പോയി ഇനി ആരെങ്കിലും തരാനുണ്ടെങ്കിൽ അത് വാങ്ങിക്കൊണ്ട് വരിക. അൽഹംദുലില്ലാഹ്. അള്ളാഹു എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും അധികം കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും അധികം മാനുഷിക മൂല്യങ്ങളെ മുഴുവനും കോർത്തിണക്കിയ ഒരു പരിപാടിയായി ഇത് മാറുകയാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇല്ലാത്തവൻ വരെ അറിയാതെ സ്വതക്ക പറഞ്ഞു പോകുന്ന ഒരു സദസ്സായി. എന്തൊരു അത്ഭുതമായ ഒരു സദസ്സാണിത്. അൽഹംദുലില്ലാഹ്. അടുത്ത വർഷം ഒരു 20 പെൺകുട്ടികളെയെങ്കിലും നമുക്ക് സന്തോഷത്തോടെ കെട്ടിച്ചേക്കാൻ കഴിയും. ഞാനിവിടെ ഇരുന്നപ്പോൾ തങ്ങൾ സങ്കടത്തോടു കൂടി എൻ്റെ അടുത്തൊരു വിവരം പറഞ്ഞു. അടുത്തൊരു വീട്ടിൽ കിണറിന് കുറ്റിയടിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട തങ്ങൾ പോയപ്പോൾ മഹാന്മാരോടുള്ള സ്നേഹമൊക്കെ ഇന്ന് പോയി. തിരുവനന്തപുരം കൊല്ലം ജില്ലയിലൊന്നും കുറ്റിയടിക്കണതൊക്കെ ഇപ്പോൾ സുരേഷ് ഗോപി മമ്മൂട്ടിയൊക്കെയാണ്. തങ്ങന്മാരും ഉസ്താദന്മാരൊന്നും വേണ്ട. അപ്പൊ ആകെ കാസർഗോഡും കണ്ണൂരൊക്കെ അങ്ങനെ ഒരു ചെറിയ മഹബത്തുണ്ട്. അത് അല്ലാഹു നിലനിർത്തട്ടെ. അപ്പോ ആ സ്വർണ്ണാഭരണങ്ങൾ വരണേ ഉള്ളൂ. ഞാൻ എൻ്റെ നല്ല ശബ്ദത്തിലായിരുന്നെങ്കിൽ കണ്ടല്ലോ, ആണയിട്ട് ഞാൻ പറയാം, വല്ലാഹി നിങ്ങൾക്ക് അറിയാലോ, അത് നല്ല ആഫിയത്തുള്ള സമയത്തായിരുന്നെങ്കിൽ 7 മക്കളെ വിവാഹത്തിനുള്ള മുഴുവൻ സ്വത്തും ഈ സദസ്സിൽ നിന്ന് ഞാൻ വാങ്ങിത്തരും. ഉറപ്പാണത്. ഉസ്താദ്മാരുടെ പൊരുത്തം കൊണ്ട് ഉറപ്പായിട്ട് നടക്കും. പക്ഷേ 20 ദിവസത്തിന് ശേഷം ആദ്യമായി മൈക്കിന്റെ മുമ്പിൽ നിൽക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അസുഖം മാത്രമല്ല, വേറെ ചില ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് അല്ലെങ്കിലും അറിയാലോ. പ്രസംഗം കാസറ്റിലൂടെ കേട്ടപ്പോഴും നേരിട്ട് കേട്ടപ്പോഴും ഒക്കെ ഒരുപാട് പേര് വിളിച്ചു പറഞ്ഞതാ, ഉസ്താദെ അള്ളാണ പണി കിട്ടും, സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞതാ. അതങ്ങനെ തന്നെ കിട്ടിയതാ. അതുകൊണ്ട് അത് മാറാൻ വേണ്ടി നിങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. വേറൊന്നും കൊണ്ടല്ല, ഞാൻ പോകുന്ന നടത്തുന്ന സംഘാടകരൊക്കെ പാവപ്പെട്ടവരാ, പ്രിയപ്പെട്ടവരെ. അവരൊക്കെ ആ നാട്ടിലെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി എറണാകുളം ജില്ലയുടെ ഇടത്തലയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഹോസ്പിറ്റലിൽ വന്ന് കരഞ്ഞ് അവരുടെ കണ്ണീര്, അവര് കരളുരുകി ശപിച്ചു പോയാൽ അർഹതപ്പെട്ടതല്ലെങ്കിലും ആ ശാപം എനിക്ക് കിട്ടും. അത്രയ്ക്ക് 10,000-കണക്കിന് ഫ്ലെക്സ് ബോർഡ് നോട്ടീസ് ഓടിച്ച് പോകാൻ കഴിഞ്ഞില്ല എനിക്ക്. ജീവിതത്തിൽ ഇന്നുവരെ ഒരാളെയും പറഞ്ഞു പറ്റിച്ചിട്ടില്ല. പക്ഷെ സുഖമില്ലാതായി പോലെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്കത് വന്നു കണ്ട് ബോധ്യമായി. അവര് പറഞ്ഞു, എന്ന് ആഫിയത്ത് വന്നാൽ ഒരു ദിവസം ഉസ്താദെ നമ്മുടെ നാട്ടിലൊന്ന് വരണം. എന്നിട്ട് 70 വീട്ടിലെ ഒപ്പുശേഖരണം നടത്തി കത്തും കൊണ്ടുവന്നിരിക്കുകയാണ്. 70 വീട്ടിലെ സ്ത്രീകൾ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു, ഉസ്താദ് വരണമെന്ന് പറഞ്ഞു. അതൊക്കെ കാണുമ്പോൾ ഈ സമുദായം ഇഖ്ലാസിന് കൊടുക്കുന്ന സ്നേഹം എൻ്റെ പ്രിയമുള്ളവരെ മനസ്സിലാകുന്നു. അള്ളാഹു പടച്ചതമ്പുരാൻ പരിപൂർണമായ ആഫിയത്ത് തിരിച്ചു തരുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ആയുസ്സും ആഫിയത്തും അല്ല തന്നാൽ അടുത്ത വർഷം 20 മക്കളെ കെട്ടിക്കാനുള്ള കാശ് ഒറ്റയ്ക്ക് ഇൻഷാ അല്ലാഹ് ഹദ്ദാദ് നഗറിലെ പരിപാടിക്ക് വേണ്ടി ഞാൻ പിരിച്ചു കൊടുക്കും. അള്ളാഹു അതിനുള്ള ആഫിയത്തും അതിനുള്ള അറിവും അതിനുള്ള ശബ്ദവും അള്ളാഹു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വെറുതെ വന്ന് ചോദിച്ചപ്പോൾ ഒരു പാത്രം നിറച്ച് സ്വർണമാണ് താത്തമാര് കൊടുത്തയച്ചത്. വെറുതെ ചോദിച്ചത്.
അത്ര കാര്യമായി ഞാൻ ചോദിച്ചില്ല, അതും പറഞ്ഞില്ല. കുറച്ച് വിഷയമല്ലേ പറഞ്ഞോളൂ, എഴുതി കൊണ്ടുവന്ന വിഷയം ഒന്നും പറഞ്ഞില്ല. ചില ഭാഗങ്ങൾ മാത്രം പറഞ്ഞു, പോയതേ ഉള്ളൂ. പക്ഷേ ചെറിയ കാര്യമല്ല. തങ്ങൾ പറഞ്ഞു, ആ വീട്ടിൽ ചെന്നപ്പോ 3 പെമ്മക്കൾ, വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്ന 3 പെമ്മക്കൾ, ഒരു പൊന്നു പോലും അവിടെ ശരീരത്തിലിടാനില്ല, ഒരു പൊന്നു പോലും. അങ്ങനെയുള്ളവർക്കല്ലാതെ പിന്നെ ആർക്കാണ് നമ്മൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്? അള്ളാഹുവിന്റെ ഖുദ്സിയായ ഹദീസിലൂടെ അള്ളാഹുവിന്റെ റസൂൽ പറയാ, അൽ മാലു മാലി. അള്ള പറഞ്ഞു അത്രേ, സമ്പത്ത് എന്റേതാണ്. അൽ മാലു മാലി, പണം എനിക്കുള്ളതാണ്. അത് ആരുടെ കയ്യിലിരുന്നാലും, ഷാദ് വാക്കയുടെ കയ്യിലിരുന്നാലും, കബീർ വാക്കയുടെ കയ്യിലിരുന്നാലും, കലാമിന്റെ കയ്യിലിരുന്നാലും, അബ്ബാസിന്റെ കയ്യിലിരുന്നാലും, തങ്ങളുടെ കയ്യിലിരുന്നാലും, ആരുടെ കയ്യിലിരുന്നാലും അൽ മാലു മാലി, അതെന്റെ പണമാണ്. വൽ ഫുഖറാഉ ഇയാലി, പാവപ്പെട്ടവരെന്റെ കുടുംബക്കാരാണ്. അല്ല പറയുകയാണ്, എന്റെ ബന്ധുക്കൾ ആരെന്നറിയോ? പാവപ്പെട്ടവരാ. പണം കാണിച്ച് പവർ കാണിക്കുന്നവനല്ല. എന്റെ ബന്ധുക്കൾ പാവപ്പെട്ടവരാണ്, സാധുക്കളാ. ഹദ്ദാദ് നഗറില് സാധുക്കളായി പട്ടിണി കിടക്കുന്ന പാവപ്പെട്ടവര് എന്റെ ബന്ധുക്കളാ, അല്ല പറയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വൽ അഅ്നിയാഉ ഉമ്മാലി, ഇവരിൽ പണക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്റെ ജോലിക്കാരാണ്. അവരിൽ നിന്ന് കാശ് വാങ്ങി എന്റെ ബന്ധുക്കളായ പാവപ്പെട്ടവർക്ക് കൊടുക്കും, അതെന്റെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് പണക്കാരെന്റെ സേവകരാണ്. ഈ 1 ലക്ഷവും 5 പവനും 1 പവനും സ്വർണ്ണാഭരണവും ഊരിക്കൊടുത്തവരെ, നിങ്ങൾ അള്ളാഹുവിന്റെ ജോലിക്കാരാണ്, അള്ളാഹുവിന്റെ സേവകരാണ്. ആ വിഷയത്തിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. ഇത്രത്തോളം കാലം ഇതുണ്ടാകാൻ ഒരുപാട് താമസിച്ചു പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. മഹർ ഉണ്ടാകാൻ ഒരുപാട് താമസിച്ചു പോയി. 2012 തുടങ്ങിയെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇനി ഇത് അവസാനിക്കുകയില്ല. ഓരോ വർഷം കഴിയുമ്പോഴും 10ഉം 20ഉം 30ഉം പാവപ്പെട്ട പെൺമക്കളെ, കാസർഗോഡ് ജില്ലയിലെ പാവപ്പെട്ട പെൺകുട്ടികൾ തീർന്നു പോയാൽ